المولى لنا يتغمد هو السيد الهادي الحبيب محمد له رفعة عما الأنام علاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية شكت عند مندينا وزالت مشدينا وتنشده نشدا بليغا كنشدينا فلما عاد الأفلاك مفيرا رفدينا هدى الله هدينا ومسير رشدنا لحضرة قدس ما سواه أتاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية به قد غدا إبليس طردا مهربا به بيته العلي تخوى مخربا حبيب له قد قال كل مقربا هنيئا هنيئا يا حبيبا مقربا ومن حل في متن السماء وذراها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وكل خصال منك خير وجيد وربك في علياك عزا مزيد وأنت لدين الحق بال مشيد همومك زالت كيف يهتم سيد تجلى على حجب العلا وعداها صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية سيحمد أهل الحشر مبعث أحمد متى قال للنار اخمد الآن تخمدي ويشفع في كل الورى بتعمدي هنا بان فضل الهاشمي محمد نما شرفا في أرضها وسماها
صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. هل الكون إلا من وجود محمد؟ هل النور إلا منه غير محمد؟ قل الصدق خلي واشكر الله واحمدي. هل المجد كل المجد إلا لأحمد؟ رسول كريم ما علاه يراه. صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. ألا هل ترى من كل ذي الحسن نحوه؟ كذا هل نهانا قيل العرش نحوه؟ فلما رجا محقا ضلالي ومحواه هوى قمر وانشق نصفين نحوه. وكم آيات قدامها ووراها. صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. اللهم صل عليه وسلم. ഹയാ ആശിഖി ഖൈറുൽ അനാം. ഹയാ എന്ന് പറഞ്ഞത് ഒരു വിളിയാണ്, നിദാ. അയാന്ന് വിളിക്കും, ഹയാന്ന് വിളിക്കും, ജാന്ന് വിളിക്കും. അപ്പോ ആശിഖി എന്ന് പറഞ്ഞതിനെ ഇളാഫത്താക്കിയത് ഖൈറുൽ അനാമിലേക്ക്. അപ്പൊ ഖൈറുൽ അനാമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്കവെക്കുന്ന കൂട്ടരെ. അപ്പം നിതാക്കന്താക്കാൻ ജവാബ് വേണം. തസമ്മഉ, നിങ്ങൾ മനസ്സിൽ കരുതി വെക്കുക, ഉറപ്പിച്ച് കരുതി വെക്കുക. എന്തിന്? അലാ റിഹിലത്തിൻ, ഒരു യാത്ര പോകാൻ വേണ്ടി. ഒരു യാത്രക്ക് ആയിട്ടില്ലേ? ഒരു യാത്രക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം നിയത്ത് വെച്ച് നിൽക്കുക. അവിടത്തേക്ക് ലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. അപ്പൊ ലാമിനെ മനസ്സിലാക്കി ഇതാന്നില്ലത്തെ. നിങ്ങൾ അതിന് വേണ്ടി സംഘടിക്കുകയും ചെയ്യുക. വഹമ്മു വഉമ്മു, വഹമ്മു നിങ്ങൾ ലക്ഷ്യം വെക്കുക. വഉമ്മു എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇത് അമ്മയഉമ്മു, ലക്ഷ്യം വെക്കുക. ആ നൂറഹു, തങ്ങളുടെ നൂറിനെ ലക്ഷ്യം വെക്കുക. എങ്ങനത്തെ നൂറ്? യതലമ്മഉ, അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നൂറാണ്. അത് ലക്ഷ്യം വെക്കുകയും ചെയ്യുക. ഹലുമ്മു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പേര് താഴോ. അലിമ്മു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വളഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എന്താ ഇവിടെ ഹാജരാവുക, ഇറങ്ങുക എന്ന് പറയും. അലമ്മ ബിറസി എന്ന് പറഞ്ഞില്ലേ? അസ്രിഉ, വേഗത്തിലാക്കണം, സമയം കളയരുത്. വതസമ്മഉ, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. എന്തിന്? മദിഹല്ലദി, മദിഹ, മദിഹിനെ കേൾക്കുക. ആരെ മദിഹ? അല്ലദി, ഒരു നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ നബിയാണ്. അല്ലദീന്റെ മൗസൂലാന്റെ ശരിയാണ് ഇത്. അമ്മസ്സമ, ആകാശത്തിനെ ലക്ഷ്യം വെച്ച നബി. അപ്പൊ ലക്ഷ്യം വെച്ച് പരക്കിരുന്ന പോലല്ലോ. വഅലാഹ, അമ്മാന്റെ മോളെ മാദിയ ഫീലാണ് ഇത്. അലാ യഅലൂൻ, അതിന്റെ മേലെ ഉയർത്തുകയും ചെയ്തു.
ലക്ഷ്യം വെച്ചെന്ന് മാത്രമല്ല ഉയരുകയും ചെയ്ത്. ആ മാദിയായ ഫീലിന്റെ മുകളിൽ ഈ മാദിയായ ഫീൽ അച്ചുപം അമ്മസമ്മ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്തഫായ നബിയാണ്. സല്ലല്ലാഹു അലൈഹി സലാത്തുമായി ബന്ധമില്ലല്ലോ. സലാത്ത് എല്ലാവരും മജ്ലിസ് തന്നെ ഉണ്ടാക്കിയേ. ഖൈറുൽ ഖസായിസി പ്രത്യേകക്കാരായ എല്ലാവരിൽ നിന്നും ഖൈർ. പ്രത്യേകക്കാരന്മാരുടെ അമ്പിയ മുർസലീങ്ങളാണ് ഒന്നാം തരണ്ട് അല്ലേ? മുർസലീങ്ങളെ അടുത്തേതാണ് അമ്പിയാക്കളാണ്. അതിനുശേഷം ഔലിയാക്കൾ എന്ന് മൊത്തത്തിൽ പറയാം. വിലായത്ത് കുബ്രയായാലും സൂറയായാലും ഇവരാണ് അള്ളാഹുവിന്റെ ഖസായിസ്. അവരിൽ നിന്ന് ഏറ്റവും ഖൈറായവർ. അപ്പൊ അയ ഖാസയ ഖാസാന റസൂൽ എന്ന് പറഞ്ഞ മാതിരി ഉറുദു പാട്ട്. അയ ഖാസയ ഖാസാന റസൂൽ മുർസലീങ്ങളാകുന്ന ഖാസായ ആളുകളിൽ നിന്ന് ഖാസായവരെ. അഹ്മദു അത് തന്നെ അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിൽ നിന്ന് ബദലാക്കുക. എന്നിട്ടോ തങ്ങളെ കൊണ്ടെന്താകും? നരകം കെട്ടുപോകും. അന്ന നമ്മളെ തൊട്ട് ഖിയാമത്ത് നാളിൽ നരകം കെട്ടുപോകും. എന്നിട്ടോ ബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്. എന്നുവെച്ചാൽ അതിനപ്പുറം അൽ മൗല എന്ന മുബ്തദ അപ്പുറം വരുന്നുണ്ട്. അൽ മൗല യതഗമ്മദു ലനാ ബിറഹ്മതിഹി മൗലയായ അല്ലാഹു തആല നമ്മളെ മൂടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്. യതഗമ്മദു ലനാ ബിറഹ്മതിഹി നരകം കെടുകയും ചെയ്ത് റഹ്മത്ത് കൊണ്ട് പൊതിയുകയും ചെയ്ത് നയി. ഹുവ സയ്യിദുൽ ഹാദി ഹാദിയായ സയ്യിദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹബീബാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹു റിഫഅത്തുൻ തങ്ങൾക്ക് ഉയർച്ചയുണ്ട്, റിഫഅത്തുണ്ട്. എങ്ങനത്തെ റിഫഅത്ത്? അമ്മൽ അനാമ മുഴുവൻ സൃഷ്ടികളെയും അത് വിശാലമാക്കിയിട്ടുണ്ട്. ഉലാഹ ആ റിഫഅത്തിന്റെ കൊടുമുടി. ഉന്നതമായ സ്ഥലത്തിനല്ല ഉല എന്ന് പറയുന്നത്. ആ റിഫഅത്തിന്റെ ഉന്നതി എന്താക്കി? മുഴുവൻ ജനങ്ങളെയും ആമാക്കിയിട്ടുണ്ട്. ശകത് ഇൻദ മുൻജീന മുൻജീന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ നമ്മളെ രക്ഷപ്പെടുത്തുന്നവര്. അവരടുക്കല് ശികായത്ത് പറഞ്ഞു. അൽ ഗസാലത്തു ഒരു മാന്. മുസ്ദിന എന്ന് പറഞ്ഞാൽ അസ്ലു മർദ്ദം എന്താണ്? ശദനയാണ്. സീനെ ദാലെ നൂന്. അതിനെ അസ്ദന യുസ്ദിനു എന്ന് പറഞ്ഞാലോ കുട്ടികളുണ്ട്. ഗസാലത്തിന് കുട്ടികളെ കാണായിട്ട് ഇതിനും പ്രയാസമുണ്ട്, അമ്മനെ കാണായിട്ട് കുട്ടികൾക്കും പ്രയാസമുണ്ട്. ആ രീതിയിലാണ് സംഗതി ഉള്ളത്. മുസ്ലിം ഞാൻ ഇന്നലെ പറഞ്ഞത് അവിടെ പോലെ ഹിന്നുള്ളത് ദാല. ഇപ്പൊ ഞാൻ പോയിരിക്കും. അതെല്ലാം ഭാര്യ വെച്ചിട്ടെന്നോട് നേരം പോകും. അപ്പോ ഈ അമ്മക്ക് കുട്ടികൾക്ക് മുല കൊടുക്കാനുണ്ട്. അതുമാ ഇതിലൊരിക്കില്ലേ ഹരിയിലെ അപ്പൊ കുട്ടികൾക്കാണോ പാല് കിട്ടാൻ ചപ്പുന്നത് വിഷമമുണ്ട്. ഇതാണ് മുസ്തിന എന്നുള്ള സാധനം. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് ആവശ്യപ്പെടുന്നത്. നശിതം ബലീഗൻ ബലീഗായ നശിദ് എന്ന് പറഞ്ഞാൽ എന്നെ പോവാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. നശിദിന നമ്മൾ സാധാരണ ചോദിക്കുന്നത് പോലെ തന്നെ, വെച്ചന്മാർ ചോദിക്കുന്നത് പോലെ തന്നെ. ഫലമ്മാ അദൽ അഫ്ലാക എല്ലാ ആകാശങ്ങളെയും തങ്ങൾ വിട്ടുകിടന്നു. നമ്മുടെ അനുകൂലമുണ്ട്, നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെ പൂർത്തിയാക്കുന്നവരായിട്ട്. അപ്പൊ അവിടെ മൂസിറാന്ന് നിവായത്തുണ്ട്. ഇതാണ് മാറ്റങ്ങൾ. എന്തുകൊണ്ട് ഇപ്പുറം മൂസിറ പറയുന്നുണ്ട് പിന്നെയും. അപ്പൊ ആവർത്തനം അടുക്കടുക്ക് ആവർത്തനം വരണ്ടാന്ന് വെച്ചിട്ട് കണ്ടു. ഔപറ യൂപ്പിറോ പൂർത്തിയാക്കി. ഹദല്ലാഹു ഹാദീന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? നമ്മളെ ഹാദിന ഹിദായത്തിലാക്കി. അപ്പൊ ഈ ഹാദീന ഏതാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അസ്ലിൽ പറയുമ്പോ ഹാദിയനാന്ന് വായിക്കും. യാക്ക് മുമ്പ് കസർ വന്ന ഹാദിയനാന്ന് നസ്ബി ഉൾപ്പെടുത്തും. പക്ഷെ ആദ്യത്തിലെ ഒക്കൂല. അപ്പൊ ഹാദീന തന്നെ.
വമൂസിറ റുഷദിന, നമ്മുടെ റുഷദിനെ മുൻഗണന കൽപ്പിക്കുന്നതുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഹിദായത്തിലാക്കി. എവിടത്തേക്ക്? ഹദറത്തുൽ ഖുദ്സിൻ, ഹദറത്തുൽ ഖുദ്സിലേക്ക്. അപ്പൊ ഹദറത്തിന്റെ സിഫത്താണ് ഖുദ്സ്. എല്ലാ അയ്ബുകളെ തൊട്ടും പരിശുദ്ധമായ ഒരു ഹദറത്തിലേക്ക്. എന്റെ മാ അതാഹ സിവാഹു, മാ നബി മാ അതാഹ സിവാഹു, തങ്ങളല്ലാത്ത വേറെ ആളും ആ ഹദറത്തുൽ ഖുദ്സിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഹാദീനാണ് മൂസിറ റുഷദ് തങ്ങൾക്കുള്ള സിഫത്താണ്. ഒന്ന് നമ്മൾക്ക് വഴികാട്ടുന്നവര്, റുഷദിന് ഏറ്റവും മുൻഗണന കൊടുക്കുന്നവര്. ഹരീസുൻ അലൈക്കും എന്നുകൊണ്ടില്ലേ? അപ്പൊ ഖസാനത്തിന്റെ സംഭവമാണ് നമുക്ക് വായിക്കാനുള്ളത്. പല റിവായത്തും വന്നിട്ടുണ്ട്. ചെന്ന് തുടങ്ങിയിട്ട് നബി കസീരൻ അൻ സയ്യിദ് ബിൻ അർഖമ റളിയല്ലാഹു അൻഹു ഖാല കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പമായിരുന്നു ഫീ ബഅദി സികകിൽ മദീന, മദീനയുള്ള പാത ഉണ്ടല്ലോ, ഒരു വഴി. അങ്ങനെ ഫമറർനാ ബിഖിബായി അറാബിയൻ, ഒരു അറാബിയുടെ തമ്പിന്റെ അടുക്കൽ കൂടിയാണ് ഞങ്ങൾ നടന്നുപോയത്. ആ തമ്പിലേക്ക് ഒരു ലബിയത്തിനെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. പറയുന്നു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഹാദൽ അറാബിയ സാദനി, ഈ അറാബി എന്നെ വേട്ടാടിയിരിക്കുകയാണ് അല്പസമയത്തിന് മുമ്പ്. വലി ഖിശ്ഫാനി, എനിക്ക് 2 കുട്ടികളുണ്ട്. വലതുൽ നബി അവലുമായി ഊരുന്നു, അതായത് പുതുതായി പ്രസവിച്ച കുട്ടികൾക്കാണെന്ന് ഖിശ്ഫ് എന്ന് പറയും. ഫിൽ ബരിയ, അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത്. എന്റെ മുലയില് പാല് കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ കുട്ടികൾ ചെറിയ കുട്ടികളായതുകൊണ്ട് വിശന്നിട്ടുണ്ടാകും. ഇവിടെ നിന്നായി പാല് കെട്ടിക്കിടന്നിട്ട് കുട്ടികൾക്ക് മുല കൊടുക്കാത്ത പറയാം. അപ്പൊ മുസ്ബിന എന്ന് പറഞ്ഞു അതുണ്ടായി. ഖിൽഫിന്റെ ജമാണ് അഖ്ലാഫി. അപ്പൊ ഈ മനുഷ്യന് എന്നാ അറുക്കുന്നില്ല, അർത്ഥെങ്കിലും എന്തായി എനിക്ക് മരിച്ചിട്ട് എനിക്ക് റാഹത്താക്കല. എല്ലാം അയച്ചു വിടുന്നില്ല. എന്റെ കുട്ടികളൊക്കെ ഉള്ള പോകാമായിരുന്നല്ലോ. തങ്ങൾ പറഞ്ഞു, ഇൻ തറക്കത്തുക്കി തർദീന, നിന്നെ വിടുകയാണെങ്കിൽ മടങ്ങി വരുമോ എന്ന് ചോദിച്ചു. മടങ്ങി വരാം. ഞാൻ മടങ്ങി വന്നില്ല എന്ന് വെക്കാം. അപ്പൊ തങ്ങളോട് വാക്ക് പാലിച്ചില്ലല്ലോ. അശ്ശാർ എന്ന് പറഞ്ഞാൽ ഈ ചുങ്കം വാങ്ങുന്ന ആള്. 100 രൂപ കൊടുത്താൽ എന്താക്കും? അതിനെ 10-1 പലിശ അയച്ചു വാങ്ങും. അതിനാണ് 10-1. അതിൽ നിന്നാണ് അശ്ശാർ വന്നത്. 100-ന് 10% അതാണ്. الذي يقف في مداخل المدن فلا يدعو أحدا من التجار ونحوهم يدخلها. അതിന് വേറൊരു പോലും ഒരു പട്ടണം, ആ പട്ടണത്തിന്റെ വക്കത്ത് നിന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ കയറണമെങ്കിൽ ഇത്ര പൈസ ആയിരുന്നു. ഇപ്പൊ ചില നാട്ടിലല്ലേ ടോൾ ബൂത്ത്. പിന്നെ റോഡ് ഉപയോഗിച്ചെന്ന് ന്യായം പറയാം. ബൂത്ത് ഓറാക്കി മറ്റേ റോഡ് ഓറാക്കി തരേണ്ട കടമയാണ്. ടാക്സും വാങ്ങുന്നുണ്ട്. ഇതേ കടമൊക്കെ നമ്മുടെ വിഷയം വന്നു. ഇതല്ല, അതിന് കാരണമൊന്നും ഉണ്ടാവില്ല. ഹക്കൊന്നുമില്ലാണ്ട് വാങ്ങുന്നത് അശ്ശാറെന്ന് പേര് വന്നു. അങ്ങനെ മടങ്ങി വരാം. അപ്പൊ ഈ അശ്ശാറിന് കിട്ടുന്ന ശിക്ഷ പോലാത്ത ശിക്ഷ എനിക്ക് കിട്ടുന്ന പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിട്ടയച്ച്
ഉടനെ എന്താക്കി തിരിച്ചു വന്നു. തലമ്മതു എന്ന് പറഞ്ഞാൽ നാവോട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറ്റില്ല, എന്തോ കുടിച്ചാൽ തിന്നാലും നാവോട്ടിട്ട് തുറക്കല്. അതാണ് അഹ്റജ ലിസാനഹു ബഅദൽ അക്ലി അവിശ്ശുർബി. എന്നിട്ടോ ഫമസഹബിഹി ശഫതൈഹി, അതിന്റെ വായനയാണ്. എന്തോ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ട് എന്താകും, നാവ് കൊണ്ട് തുടക്കലുണ്ട്. ഫശദ്ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ കെട്ടി ഇലൽ ഖിബാർ. സലാത്താരും ഏതെങ്കിലും പൊട്ടന്മാരെ കൂട്ടി അട്ടഹാസിക്കുന്നില്ല, അപ്പൊ സലാത്താകുന്നില്ല. വാഖബൽ അഅറാബിയു, അഅറാബി വന്നല്ലോ. വമാഹു ഖുർബത്തു ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതബീഉനിഹ, ഈ ലബിയത്തിനെ എനിക്ക് വിൽക്കുന്നു? ഖാല ഹിയ തിൽക യാ റസൂലല്ലാഹ്, അത് താങ്കൾക്ക് തരാൻ വിൽക്കലാക്കുണ്ടാവും. അങ്ങനെ തങ്ങൾ വാങ്ങിയിട്ട് ഫാത്തലക്കഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെന്താക്കി സ്വതന്ത്രമാക്കി വിട്ടു. ഖാല സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടല്ല, ഓർ പറയുന്നു, ഫഅന വല്ലാഹി റഅയ്തുഹാ, ഞാൻ ആ ലബീയത്തിനെ കാണുന്നു, തസീഹു ഫിൽ അർളി, ഭൂമിയിൽ ഇങ്ങനെ ഓടി നടക്കുന്നു. തഖൂലു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നത് ഞാൻ കാണുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മറ്റൊരു റിവായത്തുണ്ട്, മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൗമിൻ ഖദ് ഇസ്താദു ലബിയതൻ, ഒരു ഖൗമ് അവരെ വേട്ടയാടി പിടിച്ചു, ഇത് ലബിയത്തിനെ. ഫശദ്ദു അലാ ഉമൂദി ഫുസ്താത്തിൻ, അവരെ പന്തലിന്റെ തൂണിന് എന്താക്കാൻ പിടിച്ചടക്കിട്ടി. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, അപ്പോൾ ആ ലബിയത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉഖിൽതു, എന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. വഇന്ന ലീ ഖിസ്ബൈനി, എനിക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട്. ഫസ്തഗ്ഫിർ ലീ അൻ ഉർദിഅഹുമാ വഅഊദ ഇലൈഹി, ഞാൻ ആ കുട്ടികൾക്ക് മുല കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാം. ഫഖാല ഐന സാഹിബു ഹാദിഹി, ഈ നബിയത്തിന്റെ സാഹിബ് എവിടെ? ഖാലൽ ഖൗമു, ഖൗമ പറഞ്ഞു, നഹ്നു യാ റസൂലല്ലാഹ്, നമ്മളാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല്ലു അൻഹാ, അതിനെ ഒഴിവാക്ക്. ഹത്താ തഅതിയ ഖിസ്ബൈഹാ, ആ നബിയത്തിന്റെ രണ്ട് കുട്ടികൾ അടുക്കലേക്ക് പോകട്ടെ. തൂറുദിഉഹുമാ, അതിനെ മുല കൊടുക്കാൻ വേണ്ടി. വതർജിഅ ഇലൈക്കും, എന്നിട്ട് നിങ്ങളിലേക്ക് മടങ്ങി വരും. ഖാലു വമൻ ലനാ ബിദാലിക യാ റസൂലല്ലാഹ്, ആരാണ് ഏറ്റെടുത്ത് അങ്ങനെ മൃഗം പോയ പിന്നെ തിരിച്ചു വരണ്ട? ഖാല അന, ഞാൻ എന്റെ ആളാണ്, ഉത്തരവാദി. അങ്ങനെ അപ്പൊ അനസ് ഇബ്നു മാലിക് മറ്റേ സയ്യിദ് ഇബ്നു അർഖമിന്റെ റിവായത്തിൽ ഇല്ലാത്ത കുറച്ച് ഫായിദകളുണ്ട്, അങ്ങനെ ഒഴിവാക്കി. ഫദഹബത്, പോയി. വഅർളഅത്, മുല കൊടുത്തു. സുമ്മ റജഅത് ഇലൈഹി, മടങ്ങി വന്നു. ഫഅവസഖൂഹാ, അതിനെ വീണ്ടും അവിടെ പിടിച്ചു കെട്ടി. ഫമർറ ബിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ കൂടെ നടന്നു പോകുമ്പോൾ ഫഖാല ഐന സാഹിബു ഹാദിഹി, ഇതിന്റെ ഉടമയാരി? ഖാലൂ ഹുവ യാ റസൂലുള്ളാഹ്, വ്യക്തിനെ ചൂണ്ടിക്കാണിച്ചു. ഖാല തബീഉനിഹാ, അതിനെനിക്ക് വിൽക്കുമോ? ഖാലൂ ഹിയ തിൽക യാ റസൂലല്ലാഹ്, തങ്ങൾക്കുള്ളത് തന്നെയാണ്. എന്നിട്ടോ തങ്ങൾക്ക് ഫഖാല ഖല്ലു അൻഹാ, അതിനൊന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞു. ഫഅത്ലഖൂഹാ ഫദഹബത്, അതിനെന്താക്കി അയച്ചു വിട്ട് മോചിപ്പിച്ചു. ഇതാണ് ആ ഹദീസിന്റെ ചുരുക്കം. ഇവിടുത്തെ ശകത്ത് ഇന്ദ മുൻജീനൽ ഗസാലത മുസ്ദിനൻ, മുസ്ദിനന്റെ വാക്കിന് അർത്ഥം കിട്ടിയത് അത് ഹാലാണ്. അസ്ദന യുസ്ദിനു. എന്നിട്ടോ വതൻഷുദുഹു നശദൻ ബലീഗൻ, ബലീഗായ നശദ് എന്ന് പറഞ്ഞ കാര്യകാരണങ്ങൾ പറഞ്ഞു. എന്നെ മോചിപ്പിക്കുന്നത് മാത്രമല്ല, എനിക്ക് മുലയിൽ പാല് കെട്ടിക്കിടക്കുന്നു, എന്റെ കുട്ടികളെ മുല കുടിക്കാണ്ട് വിഷമിക്കുന്നുണ്ട്. നശദിനെ നമ്മൾ സാധാരണ നേടുന്നത് പോലെ. ഫലമ്മ അലൽ അഫ്ലാക മൂപ്പരുടെ ഇതിനകത്ത് ഇസ്രാ മിഅ്റാജിലേക്ക് സൂചിപ്പിച്ചതാണ്, അതറിയാല. ഇനി ബിഹി ഖദ് ഖാദ ഇബ്ലീസു തർദം മുഹറബാ, ബിഹി ബൈതുൽ ആലി തഖവ്വാ മുഖറബാ, حبيب له قد قال كل مطربا
هنيئا يا حبيبا مقربا ومن حل في متنه سما ونورها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات به قد غدا إبليس ആയി ഗതാന്നെന്ന ഗത യൗദു കാണാന്ന് പറയുമ്പോൾ അതിന്റെ ഏറാബ ഉണ്ടാകില്ല. ഇസ്മിനെ എന്താക്കും? റഫ്മൻ ചെയ്യും, ഖബറിന് നസ്ബൻ ചെയ്യും. ഇബ്ലീസ് എന്തായി? മുഹറബൻ. അതിന്റെ ഖബറ ഗദാ ഇബ്ലീസ് മുഹറബൻ. ഇബ്ലീസ് ഓടിപ്പോകുന്നവനായി മാറി, പേടിച്ചിട്ട് താറതൻ ആട്ടപ്പെട്ടവനായിട്ട്. അത് തങ്ങളെ കൊണ്ടാണ്. ഇനി ബിഹി തങ്ങളെ കൊണ്ട് തന്നെ ബൈത്തുഹു ഈ ഇബ്ലീസിന്റെ ആലിയായ വീട് തഖവ്വ എന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞ് തകർന്ന് ആൾപ്പാർപ്പില്ലാത്തതായി മാറി. ബുയൂത്തും ഖാബിയത്തും ബിമാ ളലമൂ എന്ന് ഖുർആനിലുണ്ട്. അതിനെ തഫഉലു വാബണ് തഖവ്വ ഖവാ മുഖറബൻ ഖറാബാക്കപ്പെട്ടതായി മാറി. ഇനി ഹുവ ഹബീബുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബാണ്. അത് ആരെയൊന്നും പിന്നെ പൊരന്റെ കെട്ടിണിങ്ങിട്ട് ഉണ്ടാക്കിയ പൊര പോണൊന്നുമില്ലല്ലോ. ഓരോ പരിപാടിയെല്ലാം തകർന്നൊന്നും മജാസുവാക്കാല. ഇനി പൊരുണ്ടായിക്കൊണ്ട് ഞമ്മ കാണുന്നില്ലെന്നതിലുള്ളൂ. അങ്ങനെ എല്ലാ പൊരയും ഞമ്മ കാണുന്നുണ്ടാവും. ഇന്നാട്ട് എത്ര പോരുണ്ടെന്ന് നമ്മളെ നാട്ടിൽ തന്നെ അറിയില്ല. ലഹു ഖദ് ഖാല, അതാണ് ഒരു ഹബീബാണ്. ഖദ് ഖാല ലഹു, അത് ലഹുവിനെ ബന്ധിച്ച് ഖദ് ഖാല ലഹു കുല്ലുൻ, എല്ലാവരും പറഞ്ഞു. മുതറബ എന്ന ആവേശം കൊണ്ട് തറബുള്ളവരായിട്ട്. എന്താ പറഞ്ഞ കൗലിന്റെ മഖൂലാണ് ഹനീഅൻ ഹനീഅൻ, തങ്ങൾക്ക് മംഗളം മംഗളം മംഗളം. എന്തുകൊണ്ട്? ആദ്യം ഹദ്റത്ത് ഖുദ്സിലേക്ക് പോയി തൊട്ട മുമ്പുള്ള മത്തിനുണ്ട്. യാ ഹബീബൻ മുഖറബ, മുഖറബായ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മംഗളം. എന്നാണ് ആകാശത്തിലുള്ള എല്ലാവരും ഇരിക്കും. അപ്പൊ പുല്ലുണ്ട്. ഇസ്രാ മിഅ്റാജിന് പോകുമ്പോൾ നമ്മാരും കാണുന്നില്ല. മാത്രമല്ല വമൻ ഹല്ല ഫീ മത്നി സമാ, ആകാശത്തിന്റെ മിനൽ മലായികത്തിൽ കിറാമി മുർസലുൽ ഇളാം എന്നാണ് കുല്ലിന് വ്യാഖ്യാനം കൊടുത്തത്. ധാരാളം മലായികത്തുണ്ട്, ധാരാളം അംബിയാ മുർസലീങ്ങളും ഉണ്ട്. അവരെല്ലാവരും പറഞ്ഞു ഹനീഅൻ ഹനീൻ യാ ഹബീബൻ മുഖറബ. എന്ന് മാത്രമല്ല വമൻ, ഒരു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ല ഫീ മത്നി സമാ, ആകാശത്തിന്റെ മത്നിൽ അതിന്റെ മുകളിൽ ഇറങ്ങി, വദുറഹ അതിന്റെ ടോപ്പ് മോസ്റ്റ് അതിന്റെ ദുറയിൽ ഇറങ്ങി. അപ്പൊ മത്നിന്റെ മുകളിൽ അത്രമാണ് വദുറഹ. സമാഇന്റെ മേലെ വെച്ചാൽ എവിടെ നിന്നാലും പറയാലോ സമാഇന്റെ, അതിന്റെ ദുറയിൽ. وكل خصال منك خير وجيد وربك في علياك عزا مزيد وأنت لدين الحق بان مشيد همومك زالت كيف تهتم سيد تجلى على نجب العلا وعداها صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وكل خصال منك തങ്ങളിൽ നിന്നുള്ള ഖിസാൽ അതെല്ലാം മക്കൂലിന്റെ ബാക്കിയാക്കിയിട്ടുണ്ടാവും. തങ്ങളിൽ നിന്നുള്ള എല്ലാ ഖസലത്തുകളും ഖൈറുൻ, അത് വളരെ ഖൈറാണ്, വജയ്യിദുൻ, അത് വളരെ മുന്തിയതുമാണ്. വറബ്ബുക, തങ്ങളുടെ റബ്ബ് മുസയ്യിദുൻ, വർദ്ധിപ്പിക്കുന്നവനാണ്. എന്തിന്? ഇസ്സിനെ ഫീ ഉല്യാക, തങ്ങൾക്ക് ഇപ്പം നൽകിയ വളരെ ഉന്നതിയുണ്ട്. ആ ഉന്നതിന്റെ മേലെ ഇസ്സെന്താക്കും, ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വാന്ത തങ്ങളിൽ ദീനിൽ ഹഖ്, ഹഖായ ദീനിനെ ബാനിൻ,
അത് എടുക്കുന്നവരാണ്. കെട്ടിട നിർമ്മാണം ഉണ്ടല്ലോ, മുശയ്യിദുൻ അതിനെന്താക്കും എല്ലാം ചെയ്തിട്ട് കൂട്ടി ഉറപ്പിച്ചതിന്റെ ഫിനിഷിംഗ് എല്ലാം നടത്തുന്നു. എടുക്കുന്നതിന് എങ്ങനെയെങ്കിലും എടുത്തിട്ട് കയറി കൂടുന്നില്ല, അത് മുശയ്യിദാണ്. ഷയ്യിദ് അർക്കാന ദീനി എന്ന് പറഞ്ഞിട്ടില്ലേ ബദ്രൂലുദ്ദീൻ. ഹുമൂമുക തങ്ങളുടെ ഹമ്മുകളെല്ലാം അതെല്ലാം പോയി അള്ളാന്റെ ഹദ്റത്തിലാണ്. എന്നിട്ട് വയ്ക്കുന്നത് കൈഫ യഹ്തമ്മു സയ്യിദുൽ ഊർ, സയ്യിദായവരെ എങ്ങനെയാണ് ഹമ്മിൽ കുടുങ്ങുക? ഉണ്ടാവില്ല. എങ്ങനത്തെ സയ്യിദാണ്? തജല്ല അവർ വെളിപ്പെട്ടിട്ടുണ്ട് അലാ ഹുജുബിൽ ഉലാ, ഉന്നതിയുടെ മേലെ, ഹിജാബിന്റെ മേലെ. എന്നിട്ടോ അത് വിട്ടുകിടക്കുകയും ചെയ്തു. അതാ യഅദൂന്ന് വിട്ടുകിടന്നു. അപ്പൊ തജല്ലാന്റെ ബാക്കിയാണ് ഇത് ഹുജുബിലേക്ക്, ഹുജുബിന്റെ മേലെ തജല്ലിയാവുകയും ആ ഹുജുബെല്ലാം മറികടക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സയ്യിദ് എങ്ങനെയാണ് ഹമ്പുള്ളവരാകുക? ഇനി سيحمد أهل الحشر مبعث أحمدي متى قال للنار اخمدي الآن تخمدي ويشفع في كل الورى بتعمدي هنا بان فضل الهاشمي محمدي نما شرفا في أرضها وسماها صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية سيحمد أهل الحشر ഹശ്റിലുള്ള ആളുകളെല്ലാം തങ്ങളെ സ്തുതിക്കും. എന്തിനെ സ്തുതിക്കല്? മബ്അസ് അഹ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മബ്അസിനെ എല്ലാവരും സ്തുതിക്കുന്നു. മഖാമും മഹ്മൂദ്, അതുകൊണ്ട് മഖാമും മഹ്മൂദായത്. ഇവിടെ തങ്ങൾക്കല്ലാണ്ട് ആർക്കും വിജയം കിട്ടിയിട്ടില്ല, എല്ലാവരും മടക്കി മടങ്ങി. ഇന്ന് തങ്ങളെ പണ്ടെന്ന് പറയുന്ന മുത്തക്കബീറും ജബ്ബാറും പറയാ കിട്ടിയെന്നായി ഒന്ന് പറയേണ്ടി വരും. മതാകാല തങ്ങൾ പറഞ്ഞാൽ എന്തിനോട് പറഞ്ഞ ലിന്നാറിനോട് എന്താ പറഞ്ഞത്? ഇഹ്മദി കിട്ടുവോ തൊടൂ എന്ന് പറഞ്ഞാൽ അൽ ആന തഹ്മദി ഉടനടിയായിട്ട് എന്തായി കിടും. അപ്പൊ മതാകാല ഇഹ്മദി ലിന്നാറിനോട് പറഞ്ഞ് എന്നാൽ അതിന്റെ മതാകാലന്റെ ജവാബാണ് തഹ്മദി, അത് കിടും. എന്നിട്ടോ എല്ലാ സൃഷ്ടികളിലും തങ്ങൾ ശഫാഅത്ത് ചെയ്യും. ശഫാഅത്തുൽ ഉമ്മ എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. ബിതഅമ്മുദി തങ്ങൾ വളരെ ബോധപൂർവം തന്നെ ഞാൻ കത്തുക്കെന്ന് പറഞ്ഞു, അനലഹാന്നുണ്ട് കത്തുന്നല്ലോ. ഹുനാബാന ഫദ്ലുൽ ഹാഷിമി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി ഹാഷിമിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫദ്ല് ഇപ്പോഴാണ് വെളിപ്പെട്ടത്. അതുവരെ തിരിയാത്ത ആളുണ്ട്. നമാ ശറഫൻ ശറഫിനാൽ തങ്ങൾ ഉന്നതരായിട്ടുണ്ട്. ഫീ അർദിഹാ വസമാഹാ ആകാശത്തിലും ഭൂമിയിലും. ഹലിൽ കൗനു ഇല്ലാ മിൻ വജൂദി മുഹമ്മദി ഹലിൻ നൂറു ഇല്ലാ മിൻ غير محمدي قل الصدق خلي واشكر الله واحمدي هل المجد كل المجد إلا لأحمدي رسول كريم علاه يضاء صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية هل الكون ഈ മോജൂദായ വസ്തുക്കൾ ഈ ആലമിൽ ആണോ? ഇല്ലാ മിൻ വജൂദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജൂദിനാൽ അല്ലാതെ ആണോ? അപ്പൊ ഹലിനാണ് ചോദ്യം. ഒരു എന്തുണ്ടാവും? നഫി ഉണ്ടാവും. ആ നഫി എന്നാണ് ഇല്ലാ മിൻ വജൂദി മുഹമ്മദിൻ, അതായത് ഇൻകാരിയായ ചോദ്യം.
തങ്ങളുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂദിനാൽ അല്ലാതെ ഈ ലോകം ഉണ്ടായിട്ടുണ്ടോ? ഹലിന്നൂറു ഇല്ലാ മിൻഹു, നൂറ് തങ്ങളെ പക്കൽ നിന്നല്ലാതെ ഉണ്ടോ? എങ്ങനത്തെ നൂറ്? ഗൈറ മുഹമ്മദിൻ, ഒരിക്കലും കെട്ടുപോകാത്ത രീതിയിലുള്ള നൂറ് തങ്ങളെ പക്കൽ നിന്നല്ലാതെ വേറെ കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് രണ്ട് ചോദ്യം. ഹുലിസ്തിദ്ക, നീ നേര് പറയും. ഹില്ലി, എന്റെ സ്നേഹിത, നീ നേര് പറയും. വഷ്കുരില്ലാഹ, അല്ലാഹുവിനെ നീ ശുക്ർ ചെയ്യുക. വഹ്മദി, ഹംദും ചെയ്യുക. ഹലിൽ മജ്ദു കുല്ലുൽ മജ്ദി ഇല്ലാ ലിഅഹ്മദി, മജ്ദായ സ്ഥാനങ്ങളെല്ലാം അഹമ്മദായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടോ? റസൂലൻ, അവർ റസൂലാണ്, കരീമായ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ യുളാഹാ ഉലാഹു, മാ നഫി, മാ യുളാഹാ എന്ന് പറഞ്ഞാൽ തുല്യമാവുകയില്ല. യുളാഹിഊന ഖൗലല്ലദീന എന്ന് ഖുർആനിലില്ലേ? അള്ളാഹിനെ കാണിച്ചു തരണമെന്ന് എന്താക്കി മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞു. ജൂതനസാറാക്കണം പറഞ്ഞിട്ടുണ്ടായി. അതിന് അള്ളാഹു ജഹറത്തൻ, അള്ളാഹ് പറഞ്ഞില്ലേ, രണ്ടാളെ കൽബും ഒരുപോലെ ഉണ്ട്, രണ്ടാളെ വാക്കും ഒരുപോലെ ഉണ്ട് ജഹാലത്തിന്റെ വിഷയത്തിൽ. യുളാഹിഊന ഖൗല, അപ്പം തുല്യമാകുക. അപ്പൊ തങ്ങളുടെ ഉലക്ക് തുല്യമാകുന്ന ഒന്നും ഇവിടെ ഇല്ല. ألا هل ترى من كل ذي الحسن نحوه كذا هل لها ناه إلى العرش نحوه ولما رجا محق الضلال ومحوه هوى قمر وانشق نصفين نحوه وكم آية قدها مهابها صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ألا هل ترى നീ കാണുന്നുണ്ടോ? നമ്മളോട് ചോദിക്കുന്നു. മിൻ കുല്ലി ദിൽ ഹുസ്നി, ഹുസ്ന് ഉടയ പല ആളുകളും, ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നീ കാണുമോ? നഹബഹു, തങ്ങളെ പോലത്തെ ഒരാളെ കാണിച്ചു തരുമോ? ഹുസ്നുള്ള ആളുകൾ പലരുണ്ട്. ബഹല അൽ തറ നഹബഹു, തറാന്റെ മഫ്ഊൽ വേണ്ടേ? നഹബഹു മിൻ കുല്ലി ദിൽ ഹുസ്നി, ഹുസ്നുടയ ആരെല്ലാവരും എടുത്തു നോക്കിയാലും തങ്ങളെ നഹബ് കാണിച്ചു തരാൻ കഴിയുമോ? കഥാ, അതുപോലെ അൽ നഹാനാഹിൻ, ആരെങ്കിലും ഇലൽ അർശി, അർശിലേക്ക് ലക്ഷ്യം വെച്ച് പോയിട്ടുണ്ടോ? നഹബഹു, തങ്ങളെ പോയ പോക്ക്. നഹാന്റെ ഇസ്മ മഫ്ഊൽ മുത്തലഖാണ് ഏത്? നഹബഹു എന്ന് പറഞ്ഞ സാധനം. ഹൽ നഹാ നഹബഹു, നാഹിൻ എവിടത്തേക്കുള്ള? ഇലൽ അർശ്, നഹബഹു ഇലൽ അർശ്, അർശിലേക്കുള്ള ആ നഹബ് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഫലമ്മ റജാ മഹഖൽ ദലാലി, ദലാലിനെ ഇവിടുന്ന് മായ്ച്ചു കളയണം, ഇല്ലാണ്ടാക്കണം. യംഹഖുല്ലാഹു റിബാ എന്ന് പറഞ്ഞില്ല, പലിശ എല്ലാ ബർക്കത്തിനെയും മായ്ച്ചു കളയുമെന്ന് പറഞ്ഞല്ലോ. മഹബഹു, അതിന്റെ മഹബും. അപ്പൊ മഹബ് എന്നുള്ളതിനേക്കാണ് കടുപ്പം കൂടും മഹക്ക്. മഹബിന്റെ കൊണ്ട് മായ്ച്ചു കഴിഞ്ഞാൽ തന്നെ മഹബായി അതിന്റെ അടയാളം ഉണ്ടാകല്ല. ബാക്കി മഹക്ക് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാണ്ടാകില്ല. അപ്പൊ എന്തായി? അഹസിന്റെ ഉള്ള അമിനത്ത് ബാക്കി എന്ന് പറയാം. നിങ്ങൾ ബൈത്തൊക്കെ ഉള്ളൂ. ഫലമ്മ റജ, സാധനം മഹബ് കഴിഞ്ഞിട്ട് അത് മഹക്കുണ്ടാകില്ല, അന്നേരം ബൈത്തൊക്കൂല. ഹവ കമറുൻ, കമറ് താഴോട്ട് വന്നു, കീപ്പോട്ട് വന്നു. വൻഷക്ക നിസ്ഫൈനി, രണ്ട് ഭാഗമായിട്ട് പൊളിഞ്ഞു. നഹബഹു, തങ്ങളെ കൊണ്ട്. ഹവ കമറുൻ നഹബഹു വൻഷക്ക നിസ്ഫൈനി ചേർത്ത് വായിച്ചാൽ അർത്ഥം തന്നെ. കമറ് ഹവ യഹബീന്ന് താഴേക്ക് വരും. എന്നിട്ട് പറയുന്നു വക്കം, ഇത് ഒരു മുഅ്ജിസത്താണ്. വക്കം ആയത്തിൻ, എത്ര എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖുദ്ദാമഹ, ഈ മുഅ്ജിസത്തിന്റെ മുമ്പും വവറഹതിന് ശേഷവും. അപ്പൊ മുഅ്ജിസത്തിന്റെ കൂട്ടത്തിൽ ഖുർആനാണ് ഏറ്റവും വലുത്. അത് ഒഴിച്ചാല് സാധാരണ കൗനിയായ മുഅ്ജിസത്തുണ്ട്, അതിൽ ഏറ്റവും വലുത് ഇൻഷിഖാഖുൽ ഖമറാണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഹദീസ് കേട്ടുനോക്കാൻ പറയും.
ഇൻഷിഖാഖുൽ ഖമരി ഫകാന ബിമക്ക. ഇൻഷിഖാഖുൽ ഖമർ മക്കയിൽ വെച്ചായിരുന്നു. അപ്പോൾ ലമ്മ ഇഫ്തതഹൽ മുശ്രികൂന അൻ യുലിയഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് എന്താക്കണം ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മക്കയിൽ വെച്ചായിരുന്നു ഉണ്ടായത്. حدثنا أحمد بن إسحاق قال حدثنا أبو بكر بن أبي عاصم قال حدثنا محمد بن عاصم أبو سعيد قال حدثنا معاوية بن عمرو عن زايد عن عاصم عن جد عن عبد الله بن مسعود رضي الله عنه. عبد الله بن مسعود عن رواية انشق القمر فرأيته فرقتين. കമറ് കീറി അത് രണ്ട് ഫിർഖത്തായിട്ട് ഞാൻ കണ്ടിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ്. ഇനി സനദ് പോയിടത്തേക്ക് നിന്ന് അഖ്ബറൽ അഅമശു അന്നഹു സമിഅ മുജാഹിദൻ യുഹദ്ദിസു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത റിവായത്ത് قال انشق القمر على عهد رسول الله صلى الله عليه وسلم. കാലത്ത് ഖമർ കീറിയിരുന്നു. فقال رسول الله صلى الله عليه وسلم برشدوا على ركعة الظهر. അപ്പോൾ രണ്ടായി. عن ابن عباس رضي الله عنهما അന്ന സനദുണ്ട് في قوله تعالى اقتربت الساعة وانشق القمر എന്ന ആയത്തിൽ ഖിയാമത്ത് അടുത്തെത്തി ഇൻഷിഖാഖുൽ ഖമർ ഉണ്ടായി. قال ابن عباس رضي الله عنهما اجتمعت المشركون الى رسول الله صلى الله عليه وسلم തങ്ങളിലേക്ക് ഒരുമിച്ച് കൂടി. ആരുണ്ട്? മിൻഹുൽ വലീദ് ബിൻ മുഗൈറയുണ്ട്, അബൂ ജഹലുണ്ട്, ആസിബ് ബിൻ വാഹിലുണ്ട്, ആസിബ് ബിൻ ഹിശാമുണ്ട്, അസ്വദ് ബിൻ അബ്ദു യഗൂസ് ഉണ്ട്, അസ്വദ് ബിൻ മുത്തലിബ് ഉണ്ട്, ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ, വസംഅത്ത് ബിൻ അസ്വദ് ഉണ്ട്, നദർ ബിൻ ഹാരിസ് ഉണ്ട്. ഇങ്ങനെ പലരും വനറാഹും കസീർ, ഇവരെ പോലത്തെ ധാരാളം ആളുകളുണ്ട്. فقالوا للنبي صلى الله عليه وسلم തങ്ങളോട് പറഞ്ഞു ഇൻ കുന്ത സാദിഖൻ, നിങ്ങൾ പറയുന്നത് സാദിഖാണെങ്കിൽ നിങ്ങൾ സാദിഖാന്ന് പറഞ്ഞെങ്കിൽ ഫശുക്കൽ ഖമറ ലനാ ഫിർഖതൈനി, ഖമറിനെ രണ്ട് കുടിയാക്കിയിട്ട് കീറണം. നിസ്ഫൻ അലാ അബി ഖുബൈസ് വ നിസ്ഫൻ അലാ ഖുഹൈഖിയാൻ, രണ്ട് മലയാണ്. അബൂ ഖുബൈസ് ജബലുൻ ബിൽ മക്ക, ഖുഹൈഖിയാൻ ജബലുൻ ബിൽ അഹ്വാസ്, രണ്ട് മല, അതിന്റെ മേലായിട്ട് പകുതിയും പകുതി. ഫസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോട് ചോദിച്ച് അസ്സ വജല്ല അൻ യുഅതിയഹു മാ സഅലു, ഇവർ ആവശ്യപ്പെട്ടത് ഒന്ന് നൽകണേ. ഈസാ അലൈഹിസ്സലാം സുബ്ര ഇറങ്ങാൻ വേണ്ടി ചോദിച്ചതുപോലെ എന്നാ അവർ പറഞ്ഞതനുസരിച്ച് കാണിച്ചു കൊടുത്തിട്ടെങ്കിലും എന്തായിട്ട് വിശ്വസിക്കട്ടെ. فأمسى القمر قد مثل نصفا على أبي قبيس ونصفا على قحيقها. അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ സംഭവം. അംസ എന്ന് പറയുന്നത് രാത്രിയാണല്ലോ സംഭവം, 14 രാവിലെയാണെന്നത്. ورسول الله صلى الله عليه وسلم ينادي, തങ്ങൾ വിളിച്ചത് യാ സലമത്ത് ബിൻ അബ്ദുൽ അസദ് വൽ അർഖം ബിൻ അബിൽ അർഖം, അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ശദൂദ പോയിക്കോളി കണ്ട് സാക്ഷ്യം വഹിക്കുന്നു. ഇനി عن ابن عباس رضي الله عنهما جاءت أحبار اليهود إلى رسول الله صلى الله عليه وسلم, അടുക്കലേക്ക് യഹൂദികളെ അഹ്ബാരികൾ വന്നു. فقالوا أرنا آية حتى نؤمن, നമ്മൾക്ക് ഒരു ആയത്ത് കാണിച്ചതാ നമ്മൾ വിശ്വസിക്കട്ടെ. فسأل النبي صلى الله عليه وسلم ربه عز وجل, അല്ലാഹു തആല ദുആ ചെയ്ത് അൻ യുരിയഹും ആയതൻ, ഒരു ആയത്ത് കാണിച്ചു കൊടുക്കാൻ. فأراهم القمر قد انشق, ഖമർ തുറന്നതായിട്ട് കാണിച്ചു. فصار قمرين, രണ്ടായി. أحدهما على الصفا والآخر على المروة. അപ്പോൾ ഈ റിവായത്തിൽ കുറച്ചൊരു മാറ്റമുണ്ട്, മലമാറി. ഒന്ന് സഫാന്റെ മേലെ, രണ്ട് മർവന്റെ മേലെ. അവൻ പറയും ഇത് ഒന്നിലധികം തവണ ഉണ്ടായിരുന്നു, അല്ലെങ്കിലോ വേറെ ഷിഫാന്റെ തെർവീൽ കൊടുത്തത് ഓരോ മലയും ഉണ്ടാക്കി അതിന് തെർവീൽ കൊടുത്തിട്ട് ഒപ്പുണ്ടാകും, അതെല്ലാം പറയും. ഇതെപ്പോഴാണ്?
അസർക്ക് ശേഷം മുതൽ തുടങ്ങിയിട്ട് രാത്രി വരെയുള്ള അതിരത്തിന് അത്ര സമയം. സംഭവം രാത്രി അല്ലാണ്ട് രാത്രിയാണ് സംഭവം ഉണ്ടായിട്ട് അസർക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ആവില്ല. അസർക്ക് ശേഷം മുതൽ രാത്രിയാകുന്നത് വരെ എത്ര 1-2 മണിക്കൂറുണ്ട്. പിന്നെ ഖമർ അസ്തമിച്ചു. ആയത്തിന്റെ വാക്കിലുണ്ട് എന്താന്ന് കഴിഞ്ഞാൽ ആയത്തൻ എന്ന് പറയും. അത് പമ്പിച്ച സിഹറായി പറഞ്ഞ വാക്ക് പറയുന്നുണ്ട്. എങ്ങനെ അനിബ്നു മസ്ഊദ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇൻഷക്കൽ ഖമറു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഖമർ ഇൻഷക്കൈ فقالت قريش هذا سحر ابن ابي كبشة ഇബ്നു അബീ കബീശയുടെ സിഹറാണ്. എന്താ ഇബ്നു അബീ കബീശ ശത്രുക്കള് തങ്ങളെ വിളിക്കുന്ന ഒരു മറുപേരാണ്. എന്തുകൊണ്ട് ഈ ഇബ്നു അബീ കബീശ എന്ന് പണ്ടൊരാളുണ്ടായിരുന്നു. അയാളുടെ നാട്ടിലെ നടപ്പുകളെല്ലാം എന്താക്കും എതിർത്തിട്ട് വിമർശിച്ചുകൊണ്ട് ആളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അപ്പൊ അയാളെ പേരെന്താക്കി തങ്ങളെ കുറിച്ച് ഇഷ്ടിഹാറത്താക്കി. അതേ പണി ഇവരെടുക്കുന്നത് കൊണ്ട് ഇബ്നു കസീറിനെ പറ്റി വിശാലമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇതിലുണ്ട് തൻബീറുൽ അദ്ഹാലിൽ അത് പറയുന്നുണ്ട്. അതിന് കാരണം അവർ പറഞ്ഞെന്താന്നറിയോ, യാത്രക്കാർ എന്ത് പറയുന്നു അറിയട്ടെ. നമ്മളിവിടെ തോന്നിപ്പോക്കാക്കണ്ട, യാത്രക്കാരുണ്ടാവൂല പലതിന്. അവരെന്ത് പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ജനങ്ങളെ മുഴുവനും സിഹർ ചെയ്യാൻ സാധിക്കൂല. അപ്പൊ നമ്മളെ സിഹർ ചെയ്ത് കുടിക്കാതാവാം. യാത്രക്കാർ എന്താ പറയട്ടെ, കാല പറഞ്ഞു. അല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, യാത്രക്കാർ വന്നപ്പോ പക്കാലു കദാലിക, അങ്ങനെ ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. 10 റിവായത്തുണ്ട്, എല്ലാം കുറേ കൂട്ടിച്ചേർക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണ് കൂടുതലുണ്ട്. ഞങ്ങൾ മക്കയിലായപ്പോൾ ഖമർ കീറി. ഖുറൈശ് പറഞ്ഞു ഇബ്നു അബീ കബീശ എന്ന് പറഞ്ഞു. ഇബ്നു അബീ കബീശ തങ്ങളെ അവർ കുറ്റപ്പെടുത്തി പറയുന്നത്. യാത്രക്കാരിലേക്ക് നോക്കണം, അവരെന്താണ് പറയുന്നതെന്ന് അറിയാം. നിങ്ങൾ കണ്ടതുപോലെ കണ്ടു എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ സദഖ, ഇവിടെ പറഞ്ഞത് ശരിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ഫമാ ഖദിമ അലൈഹിം അഹദും മിൻ വജ്ഹിൻ മിൻ മിനൽ വുജൂഹി ഇല്ലാ അഖ്ബറുഹും ബിഅന്നഹും റഅൂ എന്ന് പറഞ്ഞു. ആര് വന്നാലും നേതാക്കന്മാരൊക്കെ വരുമ്പോ നിങ്ങൾ കണ്ടിട്ടാ ചോദിക്കും. അഖ്ബറുഹും ബിഅന്നഹും റഅൂ, ഇത് ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. റവാഹു ഉമർ ബിൻ അബീ ഖൈസ് അൻ മുഗീറത്ത് മറ്റൊരു തെരീഖുണ്ടെന്ന് പറഞ്ഞതാണ്. ഈ മീസാനുൽ ഇഅ്തിദാൽ അംർ ബിൻ അബീ ഖൈസ്, ഉമർ എന്നാണ് ഇവിടെ ഉള്ളത്. മീസാനുൽ ഇഅ്തിദാൽ എന്ന കിതാബിലുള്ളത് അംർ ബിൻ അബീ ഖൈസ്. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കൂടാണ്ട് വേറെ തെരീഖുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടെ പറയുന്ന സ്ഥലത്തെല്ലാം ഈ അഹദി റസൂലില്ലാഹി ആവർത്തിക്കും. അതെന്തിനാ പറയുന്നത്? ഇത് ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന അടയാളങ്ങളെ കുറിച്ചാണ് എന്ന് ചിലർ എന്താക്കിയാലും വ്യാഖ്യാനം കൊടുത്തു. കാരണം ഇപ്പം പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഖിയാമത്ത് നാളിൽ ആകാശം പൊട്ടും, നക്ഷത്രങ്ങളും വീണും അതിന്റെ പ്രകാശം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഇത് കൂട്ടേണ്ടത്. അപ്പൊ എത്രപത്തിശാത്തമാണ് അവർ തെളിവെച്ചു കൊടുത്തത്. ഖിയാമത്ത് നാളുകൊണ്ട് അടുത്തെത്തി, അപ്പൊ ആകാശം പൊട്ടി. അപ്പൊ ത്തിന്റെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറഞ്ഞ ആൾക്ക് റദ്ദായിട്ടാണ് ഇത് തങ്ങളുടെ കാലത്ത് പുറത്ത് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞത്. അതിനെന്താ എല്ലാവരും അത് ആവർത്തിക്കും. വേറെ റിവായത്ത് നോക്കുക. ബാബു അമ്മാ ദലായിലുൻ നുബുവ്വത്തിൽ ഹിസ്സിയ്യ.
ഹിസ്സിയായ ദലാലികളുണ്ടല്ലോ, എന്നുവെച്ചാലോ അതിന് മുശാഹത്തുൽ അബ്സാർ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഹിസ്സിയായ സമാവിയത്തും വാറുയത്തും, ആകാശവുമായി ബന്ധപ്പെട്ടതുമുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടതുമുണ്ട്. രണ്ട് ശിക്കാത്ത്. ആകാശമായി ബന്ധപ്പെട്ടതാണ് ഇത് മേഘം തണലിട്ട് കൊടുക്കല്, കമറ വളർന്നു തുടങ്ങിയ ഒമിൻ അഅ്ലമിദാലിക കുല്ലിഹി, ആ കാര്യങ്ങളുടെ എല്ലാത്തിലും അഅ്ലമ് ഇൻശിഖാഖുൽ ഖമറുൽ മുനീർ ഫിർഖത്തൈൻ, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഖമർ രണ്ട് ഫിർഖത്താവലാണ്. قال الله تعالى اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر. അപ്പൊ ഈ ആയത്തിന്റെ തെളിവാണെന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഖിയാമത്ത് നാളിലുണ്ടാകുന്ന ഒരുപാട് അലാമാത്തിൽപ്പെട്ടതല്ല ഇത്. അതുകൊണ്ടാണ് എല്ലാവരും ഉണ്ടാകുന്ന അലാ ഹദി റസൂലില്ലാഹി അലാ ഹദി റസൂലില്ലാഹി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖദ വറദത്തിൽ അഹാദീസു ബിദാലിക മിൻ തുറുഖിൻ, പല തരീഖിൽ കൂടി ഹദീസുകൾ വന്നിട്ടുണ്ട്. തുഫീദുൽ ഖത്അ, അതുകൊണ്ട് അനിഷേധ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കും. ഖബർ വാഹിദല്ല ഇത്. ഇൻദൽ ഉമ്മ, ഉമ്മത്തിന്റെ അടുക്കൽ ഒന്ന് റിവായത്തു അനസ് ബിൻ മാലിക് قال الامام احمد حدثنا عبد الرزاق حدثنا معمر عن قتادة عن انس رضي الله عنه قال سأل اهل مكة النبي صلى الله عليه وسلم آية, മക്കക്കാർ ഒരായത്ത് ദൃഷ്ടാന്തത്തിന് ചോദിച്ച് പൻശക്കൽ ഖമറു ബിമക്കത മർറതൈനി, രണ്ട് വട്ടം. ആ മർറത്തേനിക്ക് എന്താണ് അർത്ഥം കൊടുക്കുന്നത്? രണ്ട് കഷ്ടമായി ഇൻഷിക്കന്റെ മർറത്തേനിയാണെന്നാണ് മറ്റേ റിവായത്ത് കൊണ്ട് കിട്ടുന്നത്. സംഭവം രണ്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. മറ്റേ ആഹ്വാരികൾ ചോദിച്ച് സഫാന്റെ മേലെ എല്ലാം പറയുന്നു. فقال اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر എന്നെന്താ അനസ് ബിൻ മാലിക് തങ്ങൾ അതിനെ തെളിവായിക്കൊണ്ട് ഈ ആയത്ത് ഓതുകയും ചെയ്തു. വറവാഹു മുസ്ലിം, ഇത് ഇമാം അഹ്മദ് തങ്ങളെ റിവായത്ത് ചെയ്തു. മുസ്ലിം റിവായത്ത് ചെയ്തു അൻ മുഹമ്മദ് ബിൻ റാഫിഅൻ അൻ അബ്ദുർ റസാഖി, അങ്ങനെ തിരിച്ചു. وقال الإمام البخاري أمضي بخاري مسلم أحمد حدثني عبد الله بن عبد المخاب قال حدثنا بشر بن المفضل قال حدثنا سعيد بن أبي عروبة قتادة أن أنس بن مالك رضي الله عنه أن أهل مكة سألوا رسول الله صلى الله عليه وسلم തങ്ങളോട് ആവശ്യപ്പെട്ട أن يريهم آية, ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണം. فأراهم القمر شقتين, ഖമറിനെ രണ്ട് ശിക്കാത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ നേരത്തെ പറഞ്ഞ മർറത്തേനിക്ക് ഇതാണ് അർത്ഥം ചോദിക്കുന്നത്. حتى رأوا حراء بينهما, ഹിറാ ആ രണ്ടിന്റെയും ഇടയിൽ കാണപ്പെട്ടു എന്നാണ്. وأخرجاه في الصحيحين, أخرجانا إمام بخاري إمام مسلم صحيحين رواية ചെയ്തിട്ടുണ്ട്. من حديث شيبان عن قتادة ഒന്ന്, ومسلم رواية ചെയ്തു من حديث شعبة عن قتادة. അപ്പം ഖതാദ ലാസ്റ്റ്, ഷൈബാനുണ്ട് ആർക്ക്? ബുഖാരിക്ക്. മുസ്ലിം ഇമാമിന് ശുഅബയാണ്. رواية جبير بن مطعم رضي الله عنه قال أحمد, هذه إمام أحمد حدثنا محمد بن كثير حدثنا سليمان بن كثير عن حسين بن عبد الرحمن عن محمد بن جبير بن مطعم قال لقتي عن نبيه محمد بابا جبير بن مطعم قال انشق القمر على عهد رسول الله صلى الله عليه وسلم قالت قمر انشقاق فصار فرقتين. ومرتين എന്താണ് ഈ ഭൂരിപക്ഷം ഹദീസ് കൊണ്ട് മർറത്തേനിക്ക് ഫിർഖത്തുൻ അലാ ഹാദൽ ജബൽ വഫിർഖത്തുൻ അലാ ഹാദൽ ജബൽ, ഈ മലന്റെ മേലെ ഒന്ന് മറ്റേ മലന്റെ മേലെ മറ്റൊന്ന്. فقالوا سحرنا محمد صلى الله عليه وسلم സിഹർ ചെയ്തു എന്നാണ് ജനങ്ങൾ പറഞ്ഞത്.
فقالوا إن كان سحرنا നമ്മളെ സിഹർ ചെയ്യാൻ കഴിഞ്ഞാലും فإنه لا يستطيع أن يسحر الناس كلهم എല്ലാവരെയും സിഹർ ചെയ്യാൻ കഴിയില്ലല്ലോ. تفرد به أحمد ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ മുതബദില എന്ന് പറഞ്ഞ ഈ തരീഖ് പ്രകാരം അതിൽ അഹ്മദ് ഇമാമേ പറഞ്ഞിട്ടുള്ളൂ. ورواه ابن جرير والبيهقي من طرق ഇബ്നു ജരീറും അതുപോലെ ബൈഹഖി ഇമാമും പല തരീഖുകളുടെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അവരെ തൊട്ടു. ഇനി റിവായത്തു ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങളുടെ റിവായത്ത് قال أبو جعفر بن جرير أنا نهتم ابن جرير حدثني يعقوب قال حدثني ابن علي حدثني عطاء بن السائب عن أبي عبد الرحمن السلمي قال نزلنا المدائن فكنا منها على فرسخ നമ്മൾ മദായിനിൽ ഇറങ്ങി ഒരു യാത്രയില്ല. അപ്പൊ മദീനയിലേക്ക് എത്തുന്നതിന് ഒരു ഫർസഖ് ദൂരത്താണ്. فكنا على فرسخ فجاءت الجمعة فحضر أبي فحضرت معه وحضرت معه അങ്ങനെ ജുമാന്റെ സമയമായി. അപ്പൊ ഞാൻ എൻ്റെ ബാപ്പ അടുത്തേക്ക് വന്നു. ആ കൂട്ടത്തിൽ ഞാനും ഹാജരായി. فخطبنا حذيفة എന്തായി ഖുതുബോദി. فقال إن الله تعالى يقول اقتربت الساعة وانشق القمر എന്ന ആയത്ത് ഓതിയിട്ട് ഖുതുബോദി. ألا وإن الساعة قد اقتربت ഖിയാമത്ത് നാൾ ഇതാ അടുത്തെത്തിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞില്ല നിങ്ങൾക്കാണ് ദൂരമായി തോന്നൽ, നമ്മൾ എടുത്താന്ന് പറഞ്ഞില്ല. ഇന്നഹും യറൂനഹു ബഈദ വനറാഹു ഖരീബ. അലാ വഇന്നൽ ഖമറ ഖദ് ഇൻശഖ എന്നാണ് ആ ഉപയോഗപ്പെടുത്തു വന്നത്. ഖമർ എന്തായി കീറി. അലാ വഇന്നദ് ദുനിയാ ഖദ് ആബനത് ബിഫിറാഖ മുബറ ഖുതുബന്റെ ബാക്കിയാണ്. ദുനിയാവിത യാത്ര പറഞ്ഞ് പിരിയാൻ അടുത്തിരിക്കുകയാണ്. അലാ വഇന്നൽ യൗമൽ മിദ്മാർ ഇന്ന് എന്താക്കും നമ്മൾ അധ്വാനിക്കാനുള്ള സമയമാണ്. വഗദൻ ഇസ്തിബാഖ് നാളെയാണ് എന്താക്കുക സിബാഖ്. സിബാഖ് ആരാണ് മുമ്പന്തിയിലെത്തി ആരാണ് ഒന്നാം നമ്പർ ആകുന്നില്ലല്ലോ, അത് നാളെ. അപ്പം ബാപ്പാനോട് ഞാൻ ചോദിച്ച് നാളെ ഇസ്തിബാഖ് ഉണ്ടെന്നാണോ പറഞ്ഞത്? ഇസ്തിബാഖ് എന്ന് പറഞ്ഞാൽ സാബിക്കും ഞാൻ മുന്നേറുന്നത്. ഫഖാല യാ ബുനയ്യ മോനെ ഇന്നക ലജാഹിലുൻ നീ ഒരു ജാഹിലാണ്. ഈ സിബാഖ് എന്ന് പറഞ്ഞാൽ ഈ കുതിര പന്തയത്തിൽ മുന്നോട്ട് പോക്കുന്ന നീ മനസ്സിലാക്കിയത്? കുതിരനെ വെച്ചിട്ട് ഓടിയിട്ട് ആരാ മുന്നിൽ, അതാണോ നീ മനസ്സിലാക്കിയത്? ഇന്നമാഹുവ സിബാഖു ബിൽ അഅമാൽ അഅമാൽ കൊണ്ട് മുന്നേറുക എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നീ അത് മനസ്സിലാക്കാത്ത ജാഹിലായി പോയല്ലോ. സുമ്മ ജാഅത്തിൽ ജുമുഅത്തുൽ ഉഖറാ പിന്നെ അടുത്ത ജുമുഅ വന്നു. فحضرنا فخطب حذيفة خطبودي كانت نمذجة. فقال ألا إن الله تعالى يقول اقتربت الساعة وانشق القمر إن عيت النودي. ألا وإن الساعة قد اقتربت قيامتنا ولن يدتيركنو. ألا وإن القمر قد انشق قمر دري. ألا وإن الدنيا قد آذنت بفراق. ألا وإن اليوم المضمار وغدا السباق. كيف تدري خطبة؟ ألا وإن الغاية النار والسابق من سبق إلى الجنة. غاية ചെന്ന അവസാനം നരകത്താണ്. എന്നാൽ മുന്നേറിയ ആളാരാണ് സ്വർഗത്തിലേക്ക് മുന്നേറിയ സാബിഖ് എന്ന് പറയുക ആ ഖുതുബയിൽ വരും. ورواه أبو زرعة الرازي في كتاب دلائل النبوة لرواية من غير وجه ഒരുപാട് വജിൽ കൂടി ആരത്തൊട്ട് عن عطاء بن السائب عن أبي عبد الرحمن عن حذيفة اليمان فذكر نحوه وقال ألا وإن القمر قد انشق على رسول الله عهد رسول الله صلى الله عليه وسلم قالت قمر منشقين. رواية عبد الله بن عباس قال الإمام البخاري رضي الله عنه حدثنا جهج بن بكير قال حدثنا بكر عن جعفر عن عراق بن مالك عن عبيد الله بن عبد الله بن عتبة عن ابن عباس رضي الله عنهما قال انشق القمر في زمان النبي صلى الله عليه وسلم. തങ്ങളുടെ കാലത്ത് ഖമർ മുൻഷഖായിരുന്നു.
ഇതല്ല ഖിയാമത്ത് നാളിൽ ഭാവിയിൽ വരാനുള്ളതിലേക്കുള്ള സൂചന എല്ലാം. ورواه البخاري أيضا ومسلم من حديث بكر بن مضر عن جعفر بن ربيعة رضي الله عنه طريقا عن أخرى عنه قال ابن جرير ورينا حدثنا بالمثنى حدثنا عبد الله علا حدثنا داود بن أبي هند عن علي بن أبي طلحة عن ابن عباس رضي الله عنهما في قوله اقتربت الساعة وانشق القمر എന്ന ആയത്തിനെ قال ابن عباس തങ്ങൾ പറയുന്ന കഥ മലാദാലിക്ക് അത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലാണ് പറഞ്ഞത് ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്നതിനെ പറ്റിയുള്ളതല്ല ഈ പറഞ്ഞത്. അത് തന്നെ കാന ഖബലൽ ഹിജ്റത്തി ഹിജ്റക്ക് മുമ്പുമായിരുന്നു. മക്കയിലായിരുന്നു അപ്പുറം പറഞ്ഞില്ലേ ഇൻഷഖൽ ഖമറു ഹത്താ റഅൂ ശിഖൈഹി അതിന്റെ രണ്ട് ശിഖും ജനങ്ങൾ കാണത്തക്ക രീതിയിൽ. وروى العوفي عن ابن عباس نحوا من هذا وقد روي من وجه آخر عن ابن عباس رضي الله عنهما قال أبو القاسم الطبراني قال حدثنا أحمد بن عمرو البزار حدثنا محمد بن يحيى قال حدثنا محمد بن بكر قال حدثنا ابن جريج عن ابن عمرو بن دينار عن كلمة عن ابن عباس رضي الله عنه قال كسف القمر على رسول الله صلى الله عليه وسلم قد متديجا فقالوا سحر القمر قامرنيهم ويا شهر غيبو ونزلت اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر طريم وهذا سياق غريب إذ غريباي سياق نندر كسف القمر പറഞ്ഞിരിക്കുന്നത് وكسوف غريب ഇപ്പോൾ നടത്തുന്നത് وقد يكون حسنا للقمر അപ്പം എന്താകണം മുമ്പ് ജംആക്കിയത് കസഫ എന്നത് തെറ്റാക്കണ്ട. അത് ഹസനലിൽ ഖമരി മൻസിഖാഖിഹി കുസൂഫ് ഇൻസിഖാഖ് ഉണ്ടായപ്പോൾ തന്നെ കുസൂഫ് ഉണ്ടായി എന്ന് വെച്ചാൽ അതിന്റെ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഫയദുല്ലു അലാ അന്ന ഇൻസിഖാഖഹു ഇന്നമാ കാന ഫീ ലയാലി ഇബ്ദാലി അതിന്റെ 14 രാവ് കഴിയുന്ന സമയത്താണല്ലോ ഈ ഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പൊ ഗ്രഹണം ഉണ്ടായി ഇൻസിഖാഖും ഉണ്ടായി എന്ന് പറഞ്ഞാൽ 14 രാവെന്ന് മനസ്സിലായില്ലേ. വല്ലാഹു അഅലം. അത് മൂപ്പർ ജമാക്കിയത് 2 കൊല്ലം. رواية عبد الله بن عمر بن الخطاب رضي الله عنه قال الحافظ أبو بكر البيهقي أخبرنا أبو عبد الله الحافظ وأبو بكر بن أحمد بن حسن القاضي قال حدثنا أبو العباس الأصم قال حدثنا العباس بن محمد الدوري قال حدثنا وهب بن جرير عن شعبان الأعمش عن مجاهد عبد الله بن عمر بن الخطاب رضي الله عنه في ابن مرغلك في قوله اقتربت الساعة وانشق القمر إنه قال وقد كان ذلك على عهد رسول الله صلى الله عليه وسلم قال طائرنو إنه انشق فرقتين فرقة من دون الجبل وفرقة من خلف الجبل الجبل إذا عنا هلال وهي قريب عن الأعمش وفرقة من فقال رسول الله صلى الله عليه وسلم اللهم اشهد ജനങ്ങൾക്ക് ഞാൻ ആവശ്യപ്പെട്ടവരെ കാണിച്ചിട്ടുണ്ട് എന്ന് നീയും സാക്ഷി നിൽക്കണം. റവാഹു മുസ്ലിം വത്തുർമദി മിൻ തുറുഖിൻ അൻ ശുബാൻ അൽ-അഅമശ് അൽ-മുജാഹിദ് قال مسلم كرواية مجاهد عن أبي معمر بن مسعود وقال الترمذي حسن صحيح. حديث نجرير برد. رواية عبد الله بن مسعود قال الإمام أحمد حدثنا سفيان عن ابن أبي نجيه عن مجاهد عن أبي معمر عن ابن مسعود قال انشق القمر على عهد رسول الله صلى الله عليه وسلم قالت شقين حتى نظروا إليه جنങ്ങൾ കാണത്തക്ക രീതിയിൽ فقال رسول الله صلى الله عليه وسلم اشهدوا നിങ്ങൾ സാക്ഷി നിൽക്കുവീൻ. അപ്പം പറഞ്ഞ അല്ലാഹു മന്ദ ആരോടും പറയാലോ അള്ളാഹിനോട് സാക്ഷി നിർത്തിയിട്ട് ആരാണ് ഭൂതനായിരിച്ചില്ല. അമ്മ പറഞ്ഞത് ഞാൻ നിങ്ങളെ സാക്ഷിയാണോ അള്ളാഹു സാക്ഷിയാണ് നിങ്ങൾ പറയുന്നതായിരിക്കും ഞാൻ ആരാധിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നെ ബരീഉ മിമ്മാ തുശ്രികൂന മിൻ ദൂനിഹി. ورواه البخاري ومسلم من حديث سفيان بن عيينة وأخرجه من حديث الأعمش عن إبراهيم
عن أبي معمر عبد الله بن سعيد بن مسعود رضي الله عنه قال البخاري وقال أبو الضحى عن مسروق عن عبد الله رضي الله عنه رواية بمكة കൂടി തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാല് ഹിജ്റത്തിന്റെ മുമ്പും ശേഷമാകല്ലോ അവിടെ എന്താക്കി ബിമക്കത്ത എന്ന് കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അസ്നദ അബൂ ദാവൂദ് തയാലിസി ഫീ മുസ്നദി നമ്മുടെ മശഹൂറായ അബൂ ദാവൂദ് فقال حدثنا أبو عوانة عن المغيرة عن أبي الضحى عن مسروق عن عبد الله بن مسعود قال انشق القمر على عهد رسول الله صلى الله عليه وسلم فقالت قريش هذا سحر ابن أبي كبشان قال فقالوا انظروا ما يأتيكم بالسفهاء യാത്രക്കാർ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. وإن محمد لا يستطيع أن يسحر الناس كلهم മുഴുവൻ ജനങ്ങൾക്കും സിഹർ ചെയ്യാൻ കഴിയില്ലല്ലോ. قال فجاء السفار فقالوا ذلك യാത്രക്കാർ വന്നപ്പോൾ അപ്രകാരം തന്നെ പറഞ്ഞു. ഒരുപാട് തെളിയിക്കണെ കൊണ്ട് എന്നിട്ടോ ഇതെന്താന്ന് ഏതാനും ആളുകളല്ലേ റിവായത്ത് ചെയ്യുന്നുള്ളൂ. എന്നാ വലിയ അതെല്ലാം പണി അതിന് എല്ലാവരും ആകാശം നോക്കി നടക്കുന്നു. ഓരോ പറയുന്നത് രാത്രി എന്തെല്ലാം പണിയുണ്ടാവും, ഓരോരുത്തർ ഉറങ്ങുന്നുണ്ടാവും. ആകാശത്തിൽ എടുക്കുന്ന മുകളിലേക്ക് നോക്കുന്നില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു ഫഹാദിഹി അല്ലം റവാഹ് ബൈഹഖി ഹകീം റവാഹ് ഇബ്നു ജരീർ അൻ ഹദീസ് മുഗൈറ ഇമാം അഹ്മദ് ഇബ്നു ജരീർ ഫീ സഹീഹ് ബുഖാരി ഖാല അബൂ സുറൈഹ് എല്ലാം പറഞ്ഞു ഫഹാദിഹി തുറുഖുൻ അൻ ഹൗലാഇൽ ജമാഅത്തി മിന സ്വഹാബ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലെ വലിയൊരു ജമാഅത്ത് തന്നെ തരീഖിൽ കാണാം. ഈ കാര്യത്തിന്റെ ശുഹറത്ത് തുകനി അനിസ്നാദിഹി ഇസ്നാദ് തന്നെ വേണ്ട, അത്രത്തോളം പറഞ്ഞു. ഒരു സാധനം സുഹൃത്തായാൽ ഇസ്നാദ് വേണ്ട, ഇസ്നാദിനെ തൊട്ട് സുഹൃത്ത് കിതാബിൽ മാത്രമല്ല ഖുർആനിൽ വന്നിട്ടുമുണ്ട്. കഥ പറയുന്ന ചില ബാലന്മാർ പറയുന്നുണ്ട് മിൻ അന്നൽ ഖമറ ദഖല ഫീ ജൈബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ കുമ്മിഹി തങ്ങളെ ഈശയിലേക്ക് വീണിട്ട് കുപ്പായത്തിന്റെ കയ്യിൽ കൂടി പുറത്തു പോയി എന്ന് ബാലന്മാർ പറഞ്ഞു. കാരണം എല്ലാത്തിനുണ്ടല്ലോ ബെച്ച് കെട്ട് അപ്പുറത്തൊന്ന് നിഷേധിക്കുമെന്നാക്കി ഇപ്പൊന്ന് ബെച്ച് കെട്ടിനെ വെല്ലാണ്ടാക്കി അവിടത്തേക്കാ പറയുന്നത്. അത് വനഹ്വിഹാദൽ കലാം ഇത്തരത്തിലുള്ള കലാമ് ഫലൈസ ലഹു അസ്ലുൻ യുഅ്തമദു അലൈഹി വിശ്വസിക്കാൻ പറ്റിയ ഒരൊറ്റ അസ്ലും അതിനില്ല. ഇമാം നബവി തങ്ങളും പറയുന്നത് ഇത് ഖമർ ഇൻഷിഖാഖില്ല എന്നല്ലേ പറഞ്ഞത്. വൽ ഖമറു ഫീ ഹാൽ ഇൻഷിഖാഖിഹി ലം അവർ പറയുന്നത് വൽ ഖമറു ഫീ ഹാൽ ഇൻഷിഖാഖി ലം യുസൈലി സമാ ആകാശത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. നെറ്റുമണ്ട കീശയിലേക്ക് എത്തല്ലേ രണ്ട് കീറായി നേരത്തെ മല പറഞ്ഞില്ലേ മല രണ്ടിന്റെ ഇടയിൽ മലയുണ്ട്. രണ്ട് കഷ്ടം ആകാശത്ത് തന്നെ ഉണ്ടായത്. വഹ്നു മക്ക യൻദുറൂന ഇലാ ദാലിക മക്കക്കാർ അത് നോക്കി കാണുന്നു. وظن كثير من جهلتهم أن هذا شيء سهلت به أبصارهم അക്കൂട്ടത്തിൽ നിന്ന് ജാഹിലായ ആളുകൾ പറഞ്ഞ് നമുക്ക് സിഹർ ചെയ്തിട്ടാണ് സംഭവം. മുസാഫിരീങ്ങളായ ആളുകൾ അവരിലേക്ക് വന്നവരോട് ചോദിച്ചു. ഈ കണ്ടതുപോലെ തന്നെ അവർക്കും കണ്ടു. ഇത് സഹീഹാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ മൂപ്പറെന്താക്കി നല്ല ഊട്ടി ഉറപ്പിച്ച് അപ്പോ ഒരു ചോദ്യമുണ്ട്. ഭൂമിയുടെ എല്ലാ ഭാഗത്തും എന്തുകൊണ്ട് കണ്ടില്ല? അങ്ങനെ കാണൂലല്ലോ. കാരണം ഒരു സ്ഥലത്ത് ചന്ദ്രൻ ഉദിക്കുമ്പോ മറ്റേ സ്ഥലത്ത് ചന്ദ്രൻ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഗ്രഹണമുണ്ട് എന്ന് പറയുമ്പോൾ മാറും നാട്ടിൽ ഗ്രഹണം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ സൂര്യനുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഇരുട്ടാണ്. രാത്രിയല്ലല്ലോ ഇരുട്ട്. സൂര്യൻ അസ്തമിക്കുമ്പോ രാത്രിയാണ്, രാത്രി ഇരുട്ട്. അതുകൊണ്ട് ഭൂമിയിൽ എല്ലാവർക്കും കാണാൻ കഴിയില്ല. ചിലർക്ക് കാണലും മറ്റുള്ള കേൾക്കലും ഉണ്ടാവില്ല.
അവരൊന്ന് ഭൂമിയിലുള്ള ആരും കണ്ടിട്ടില്ല നിനക്കാരാ നബി ചെയ്തെന്നാണ് ആദ്യത്തെ ചോദ്യം. നീ നബി ചെയ്ത് പറയാൻ നിന്നോട് എനിക്ക് തെളിവ് കിട്ടി, ആരും പറഞ്ഞിട്ടില്ല. വലാകിൻ തതാവലൽ അഹ്ദു വൽ കഫറതു യജ്ഹദൂന ബിആയാതില്ലാ. കാലം എത്ര നീണ്ടു ഞാനും കുഫാറുകൾക്ക് എതിർക്കൽ തന്നെയാ പണി. ولعله لما أخبر أن هذا كانت آية لهذا النبي المبعوث. ലോകത്തിലേക്ക് അയക്കപ്പെട്ട നബിയുടെ ഒരു മൗജിസത്താണ് എന്ന് വാർത്ത കിട്ടിയപ്പോൾ എന്നാ പിന്നെ എതിർക്കണം. അതാരോടും പറയരുത്, അതും ഒളിപ്പിച്ചു വെക്കണം, അത് മറക്കണം എന്നുള്ളത് അവർ പരസ്പരം കൂടിയതാണ്. മുസാഫിരീങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ, അനേകം ആളുകൾ, അനേകം ഗൈറുവാഹിദിനർത്ഥം കാരണം ഏകമല്ലാത്തതെന്നാണ്, അതാണ് അനേകം. അയ്യഹും ഷാഹദു അങ്ങനെ കണ്ടത് ബിൽ ഹിന്ദി. എത്ര പേര് അവർ കണ്ടിട്ടുണ്ട് ഒരു കുറിപ്പ് ഹിന്ദിയില്, എന്താണ് മക്തൂബൻ അലൈഹി, അതിന്റെ മേലെ എഴുതി വെക്കപ്പെട്ടത് ഇന്നഹു ബനാ ഫിൽ ലൈലത്തില്ലത്തി ഇൻഷഖൽ ഖമറു ഫീഹാ. ഖമർ കീറിയ ആ രാത്രിയാണ് ഈ ബിനാ എടുത്തിട്ടുള്ളത് എന്ന് ഡേറ്റ് എഴുതിയിട്ടുണ്ട്. സുമ്മ ലമ്മാ കാൻ ഇൻഷിഖാഖ് മറ്റുണ്ട്. സുമ്മ ലമ്മാ കാൻ ഇൻഷിഖാഖുൽ ഖമറി ലൈലൻ, രാത്രിയാണ് സംഭവം. ഖദ് യഖ്ഫ അംറുഹു ലാ കസീറു മിനൻ നാസ്, ധാരാളം ജനങ്ങൾക്ക് അത് മറന്നു കിടക്കുന്നു. ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കി നടക്കലില്ല കേട്ടോ. ആ സാഅത്തിൽ അത് കാണലിനെ തൊട്ട് തടയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന് മിൻ ഗുയൂമിൻ മുതറാഖിമ, മേഘങ്ങൾ ഉണ്ടാകാം. കാനത്തിൽ ലൈലത്ത് ഫീ ബുൽദാനി, അവർ നാട്ടിൽ മേഘങ്ങൾ ഉണ്ടാകാം. വലിനൗമി കസീരിൻ മിൻഹും, ധാരാളം ആളുകൾ ഉറങ്ങുന്നുണ്ടാകും. അല്ലെങ്കിൽ രാത്രിയുടെ മധ്യഭാഗത്താകാം. ഹൈസു യനാമു കസീറും, ജനങ്ങൾക്ക് ഉറക്കത്തിലേക്കും എല്ലാവരും എണീച്ച് തലക്കിരിക്കുന്ന ആളാ. അപ്പൊ പറഞ്ഞു തഫ്സീറിന്റെ കിതാബുണ്ടല്ലോ ഇബ്നു കസീർ, അതിന് കുറച്ചും കൂടെ ഞാൻ വിശാലമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു കസീറിന്റെ എന്താണ് ومن معجزاته صلى الله عليه وسلم انشقاق القمر. يعلم أن معجزاته صلى الله عليه وسلم ترجع إلى ثلاثة أقسام. തങ്ങളുടെ മുഅ്ജിസാത്ത് മൂന്ന് തരത്തിലുണ്ട്. എന്ന് വർത്തമാനം, ഭൂതം, ഭാവി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത് പറയുന്നു. ഞാൻ പണ്ടേ കേട്ടതാ. മാതി ഒന്ന് മാതി വുജിദ ഖബല വുജൂദിഹി, തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. വമുസ്തഖ്ബിൽ വുജിദ ബഅദ വഫാത്തിഹി, തങ്ങളുടെ വഫാത്തിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. വമുഖാരൻ ലഹു മിൻ ഹീനി ഹംലിഹി, പിന്നൊന്ന് തങ്ങൾ ആമിന ബേബി ഗർഭം ചുമന്നത് മുതൽ വഫാത്താകുന്നത് വരെ വർത്തമാനമാണ്. ഫഅമ്മൽ ഖിസ്മുൽ മാദി, മുമ്പ് കഴിഞ്ഞത്, വഹുമാ കാന ഖബല വുജൂദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകസീറുൻ, ധാരാളമുണ്ട്. തഖിസ്സത്തിൽ ഫീൽ, നേരത്തെ പഠിക്കാൻ വന്ന അസ്ഹാബുൽ ഫീലിന്റെ സംഭവം. പിന്നെ തബ്ശീറുൽ അംബിയാഇ വൽ ഖുർആനി ബിഹി, തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അംബിയാക്കൾ ബിശാറത്ത് അറിയിച്ചിട്ടുണ്ട്, കാഹിനീയങ്ങളും ബിശാറത്ത് അറിയിച്ചിട്ടുണ്ട്. പറയുന്നതായി മിമ്മാ ഹുവ തഅസീസുൽ നബുവ്വത്തി, അതെന്താ നബുവ്വത്തിന് ഒരു അടിത്തറ പകലാണ്, ഒരു യാദൃശ്ചികമല്ല, അടിത്തറ പകലാണ്. തങ്ങളുടെ റിസാലത്തിന്റെ ഒരു തുടക്കവുമാണ്. വഹാദൽ ഖിസ്മു,
സമ്മാഹുബാദം ഇർഹാസൻ, അതിന് ചിലർ ഇർഹാസ് എന്ന് പേര് കൊടുത്തതിനാ തങ്ങളുടെ ഹയാത്ത് കാലത്താണോ മുമ്പാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇസ്തിലാഹാണ്. തസ്മീത്തായിരിക്കും മൊയ്തത്തൻ. ചില ഇമാമികൾ എന്താക്കി അതിന് മൊയ്തത്ത് എന്ന് പറയാം. ഇതുപോലെ വഫാത്തിന് ശേഷം പ്രകടമാകുന്ന പലതും ഇന്നും റൗളാ ശരീഫ് നടക്കുന്നുണ്ട്. അത് മൊയ്തത്താണോ ഇർഹാസാണോ രണ്ടും പറയാം. ഔലിയാക്കളെ കറാമത്ത് അത് തന്നെ, പക്ഷേ ഔലിയാക്കൾ വാസിത്യായില്ലേ ഉള്ളൂ അതല്ലേ. പറഞ്ഞില്ലേ ഔലിയാക്കളെ വക്കുന്നുണ്ടാകുന്ന കറാമാത്തുകളെല്ലാം തങ്ങളുടെ മൗജിദത്താണ്. തങ്ങളെ അതെന്താക്കുന്നത് വാസിത്യം, ഔലിയാക്കളെ വാസിത്യത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. തങ്ങളുടെ വഫാത്തിന് ശേഷം സംഭവിച്ചത് എന്താണ്? അത് അതും ധാരാളമുണ്ട്. നമ്മൾ എന്താണ് ഒരു കിതാബിന് കുറെ കാലം വായിച്ചിട്ടുണ്ട്. എല്ലാ ഹീനും സംഭവിക്കുന്നുണ്ട്. എന്താ ഉമ്മത്തിന്റെ ഹവാസിങ്ങൾ കിട്ടുന്നു. മിനൽ മക്ർ കറാമാതി വഖവാരിത്തിൽ ആദാത് ബിസബബിഹി മാ ലാ യുഹ്സാ. അത് പറഞ്ഞ തീരൂല. ഫകറാമാത്തുൽ ഔലിയാഇ മിൻ തതിമ്മാതി മുഅ്ജിസാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മുഅ്ജിസാത്തിന്റെ ബാക്കിയാണ് കറാമത്ത്. വറഹിമല്ലാഹു ഇമാം അൽ-ബൂസരി റളിയല്ലാഹു അൻഹു ഖാല والكرامات منهم معجزات. ഔലിയാക്കളുടെ വാക്കിൽ നിന്നുണ്ടാകുന്ന കറാമാത്തുകൾ മുഅ്ജിസാത്താണ്. ഹാദഹാ മിൻ നവാലിക്കൽ ഔലിയാ ഹാദഹൽ ഔലിയാ മിൻ നവാലിക്. തങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് ഔലിയാക്കൾ അത് സംഭരിച്ചവരാണ്. വഅമ്മൽ ഖിസ്മു സാലിസ്, മൂന്നാമത്തേത് മാ കാന മഅഹു മിൻ ഹീന വിലാദതിഹി ഹീന വഫാത്ത്. വിലാദത്തിന്റെ സമയം മുതൽ, അത് ആമിന ബീബി ഗർഭം ചുമന്നത് മുതൽ വഫാത്താകുന്നത് വരെയാണല്ലോ. അതിൽ നിന്ന് ബിഅ്സത്തിന്റെ മുമ്പുള്ളതുണ്ട്. അതിനും എന്താക്കും ഇർഹാസ് എന്ന് പറയും. തങ്ങൾ പ്രസവിക്കുമ്പോൾ ആമിന ബീബിയിൽ നിന്ന് നൂറുണ്ടായി. ഷാമിലെ മാളികകൾ കണ്ടു. ബുസ്റയിലുള്ള ഖുസ്റകൾ കാണപ്പെട്ടു എന്ന് പറഞ്ഞത്. വറബിനു سعد عن ابن عباس رضي الله عنه آمنة قالت لما فصل مني لا تعني النبي صلى الله عليه وسلم خرج معه نور ഒരു നൂറ് പുറപ്പെട്ടു. അല്ലാഹു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി എന്ന്. അത് ഒന്ന് മനാമിയായിരുന്നു എന്ന് ഒന്ന് ഹിസ്യാന് കണ്ടു എന്ന് നമ്മുടെ ക്ലാസ്സിൽ ഓദിക്കേണ്ടത്. മിമ്മാ ശൂഹിദ ഹാല വിലാദതി. ഇനി വഫീ റളാഇ മലകുടി കാലത്ത് കാണപ്പെട്ടതുണ്ട്. കതദ്ലീലിൽ ഖമാമി, ഇത് ഖദീജ ബീബിന്റെ യാത്രയുടെ മൈസറത്തിനോടൊപ്പം പോയി അതിലുണ്ട്. വക്കന്തക്ക് നെതക്കൽ അല്ല ഫഇന്നഹു ഇന്നമാ കാന ഖാബിലൽ ബിഅസത്ത്. അതൊക്കെ ബിഅസത്തിന്റെ മുമ്പാണ്. വകമാ കുല്ലു മാ കാന ഖബല ബിഅസത്തിഹി വമാ മൗജുദ ബഅദൽ ബിഅസത്തി. ബിഅസത്തിന്റെ മുമ്പ് കണ്ടതും ശേഷം കണ്ടതും കസീറുൻ ജിദ്ദൻ. കേട്ടോ, അതിൽപ്പെട്ടതാണ് ഇൻഷിഖാഖുൽ ഖമർ. കസീറുൻ ജിദ്ദൻ ഇൻഷിഖാഖുൽ ഫമിന്നു ഇൻഷിഖാഖുൽ ഖമർ. വഖദ് നതഖൽ ഖുർആൻ ബിഹി. ഖുർആൻ അതുകൊണ്ട് സംസാരിച്ചു. അപ്പൊ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട മൗജിദത്താണ് ഇസ്രാ മിഅ്റാജ് പോലെ. قال تعالى اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر. آية وروى أحاديث أهل السنن. സുന്നത്തിന്റെ ഹദീസിന്റെ നേതാക്കന്മാർ റിപ്പോർട്ട് ചെയ്ത ബുഖാരി മുസ്ലിം ഇമാം അഹ്മദ് വൽ ബൈഹഖി വഖിയത്തു അഹ്ലി സുന്നനി റവാഹു ദാലിക അൻ ജംഇൻ മിന സഹാബ. സഹാബത്തിന്റെ ഒരു സംഘത്തിനെ തൊട്ട് റിവായത്ത് ചെയ്തു.
منهم علي وابن مسعود وابن عمر وجبير بن مطعم أنس بن مالك عبد الله بن عباس ريبة بن الجمال رقمكم بايت تفصيلا وغيرهم ورواه عنهم അവരൊക്കെ റിവായത്ത് ചെയ്തു ജംഉൻ അൻ ജംഇൻ ഒരു സംഘത്തിനെ തൊട്ട് ഹത്താ ബലഗ മബ്ലഗ തവാതുർ തവാതുറിന്റെ അവസ്ഥയ്ക്ക് എത്തി. എന്താണ് ഇതിന് സനദ് ഇല്ലെങ്കിൽ കാര്യം സുബൂത്തായി. قال العلامة عبد الله بن عبد الوهاب السبكي رضي الله عنه أن انشقاق القمر متواتر منصوص عليه في القرآن. ഇത് മുതവാത്തിറായ ഹദീസാണ്, ഖുർആനിൽ നസ്സായി പറഞ്ഞതാണ്. കാരണം തങ്ങളുടെ കാലത്ത് സഹാബത്ത് ആവർത്തിച്ചല്ലോ. മർവിയും ഫി സഹീഹൈനി വഗൈരിഹിമാ മിൻ തുറുഖിൻ, പല തരീഖിൽ കൂടി. വലം യൻശക ലിഗൈരി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളല്ലാത്ത ആ ഒരു മുഅ്ജിസത്ത് ഉണ്ടായിട്ടില്ല. വഹുവ മിൻ ഉമ്മഹാത്തി മുഅ്ജിസാതിഹി, തങ്ങളുടെ മുഅ്ജിസാത്തിന്റെ ഉമ്മഹാത്തിൽപ്പെട്ടതാണ്. കാരണം തുല്യമായത് മറ്റുള്ള അമ്പിയാക്കൾക്കും ഉണ്ടായിട്ടില്ല. قال في المواهب مواهب اللدنية قسطلاني ما ورنا وقد أجمع أهل السنة والمفسرون على وقوعه لأجله صلى الله عليه وسلم. ഹദീസിനാണ് ഇവിടെ അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞ വിദേഹത്തിന്റെ ഓപ്പോസിറ്റ് അല്ല, ഹദീസിന്റെ. കാരണം ഇപ്പുറം മുഫസ്സിറൂനാന്ന് പറയുന്നുണ്ട്. ഇത് തങ്ങൾക്ക് വേണ്ടി സംഭവിച്ചിട്ടുണ്ട്. قال الخطابي انشقاق القمر آية عظيمة لا يكاد يعدلها شيء من آيات الأنبياء. മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊടുത്ത ഒരു മുഅ്ജിസത്തും ഇതിനോട് തുല്യമാകൂല. എന്തുകൊണ്ട്? തങ്ങളെ കയ്യിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. അതുപോലെ ആരും വന്നിട്ട് മൂസാ നബി ഇസ്ലാമിന്റെ പള്ളിയോട് കല്ലിൽ നിന്നും വെള്ളം വന്നിട്ടുണ്ട്. ഇത് ആർക്കും വന്നിട്ടില്ല. അതുകൊണ്ട് തങ്ങൾക്ക് മുഖ്തസ്സാണ്. വാനലോകത്താണ് സംഭവിച്ചത്. അത് ഈ ആലമിന്റെ പ്രകൃതിയുമായി മാറ്റമുണ്ട്. അവിടെ ഈ ആലം ഏതായാലും മുറക്കബ് മിനത്തബായിയായി ഫലൈസ മിമ്മാ യതുമഉ, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കപ്പെടാൻ പോലും പറ്റാത്ത സംഗതിയാണ്. ഫിൽ വസൂലി ഇലൈഹി ബിഹീലത്തിൻ, ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടുന്നു. ഫലിദാലിക സാറൽ ബുർഹാനു ബിഹി അൽഹറ മിൻ ഗൈരിഹി, അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന തെളിവുണ്ടല്ലോ, ഒരു ഹുജ്ജത്ത് സ്ഥാപിക്കൽ, അതുകൊണ്ട് വളരെ വ്യക്തമാണ്. വഫി സഹീഹൈനി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇൻശഖൽ ഖമർ എന്ന് കൊണ്ടുണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞ ഹദീസ് എല്ലാം കൊണ്ടുകൊണ്ട് പ്രതികരിക്കുക എല്ലാം വിട്ടു. എന്നിട്ടോ ഖാദി ഇയാദ് പറഞ്ഞ മറുപടിയും പറഞ്ഞു. ഇനി ഒരു സംഭവം പറയാം. ഈ നിഷേധിക്കുന്ന ഒരാള് നസാറാക്കളെ വന്നിട്ട് സംസാരിച്ചത്, വഖാല ബഅദുൽ മുൽഹിദത്തി മിനൽ ഫലാസിഫത്തി, ഫൽസഫക്കാരുണ്ട്, അതിൽ നിന്ന് അല്ലാഹുവിനെ നിഷേധിക്കുന്ന വിഭാഗം പറഞ്ഞു. അന്നൽ അജ്റാമൽ ഉൽവിയത, എന്നുവെച്ചാൽ ചുരുക്കത്തിൽ ആകാശം എന്ന് പറഞ്ഞതും അവിടെയുള്ള തോൽക്കപ്പെടുന്ന പൊട്ടലും കീറലൊന്നും ഉണ്ടാവില്ല, ഇത് വെച്ച് കെട്ടേണ്ടിയാക്കിയ കൊള്ളക്കഥയാണ് എന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഓരോ നിശ്ചയിക്കുന്നത്. അവർ അംഗീകരിക്കുന്നവരോടാ ചോദിക്കുന്നത്. ഫൽസഫ എന്ന് പറഞ്ഞാൽ ഓനെന്തോ ഫിലോസഫിയ എന്ന് പറഞ്ഞാൽ എന്താന്നു കറാമത്തും മുജത്തും നിഷേധിക്കുന്നത്. അന്ന അബൂബക്കർ ബിൻ തയ്യിബ് ലമ്മ അർസലഹു സാഹിബുൽ ദൗല ലിമലിക് റൂമി ബിഖുസ്തൻതീനിയ, റോമിലെ ചക്രവർത്തിയെ ഖുസ്തൻതീനിയയിൽ റോമിലെ ചക്രവർത്തി ഉള്ളപ്പോ ഒരാളെ അയച്ചു കൊടുത്തു. എന്നിട്ട് അഖബറ മലിക് റൂമി ബി അന്ന ഹാദാ അജല്ലു ഉലമാഇൽ ഇസ്ലാം, ഈ പെരുന്നാള് ഇത് അബൂബക്കർ ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് വലിയ മഹാനാണ്. അഹ്ദർ ബഅദ ബതാരിഖതിഹി ലിയുനാദിറഹു, ഈ റോമിലെ ചക്രവർത്തിയുടെ നിങ്ങളെ ബതാരിഖത്തുണ്ടല്ലോ, അത് വലിയ പണ്ഡിതന്മാർ, അദ്ദേഹവുമായിട്ട് എന്താക്കണം, വാദപ്രതിവാദം നടത്താൻ വേണ്ടി അയച്ചു കൊടുക്കണം. فقال له تزعمون أن القمر انشق لنبيكم, അതാ നിങ്ങളുടെ നബിക്ക് വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമർ കീറി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പറയുന്നുണ്ട് ഫാലിൽ ഖമർ ഖറാബത്തും മിൻകും ഹത്താ തറൗനഹു ദൂന ഗൈരിക്കും,
മറ്റുള്ള ആളുകൾ കാണാതെ നിങ്ങൾ മാത്രം കാണാൻ വേണ്ടിട്ട് ഈ കമറുമായി പ്രത്യേക കറാമത്ത് എന്തുണ്ടോ ഖുറൈശികൾക്ക് എന്നാണ് ചോദിച്ചത്. ഫഖാല, അപ്പൊ മൂപ്പർ പറഞ്ഞു, ലഹു വഹൽ ബൈനക്കും ബൈനൽ മാഇദത്തി ഖുവത്തുൻ. ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് സൂപ്പർ ഇറക്കി കൊടുത്തില്ലെന്ന് ഭക്ഷണം, അതും നസാറാക്കൾ തമ്മിൽ മറ്റേ ഖുവത്തുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ എന്തുകൊണ്ട് ജൂതന്മാർ കണ്ടില്ല? അതിനെന്താണോ ജവാബ്? അതിനാണ് ഇവിടെ പറയുന്ന ജവാബ്. അയാൾ ഓടിക്കളഞ്ഞു. അവരാരും കണ്ടിട്ടില്ല. വഹും ഫീ ജിവാരിക, അതാണെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയാൾ ആകെ ബേജാറായിട്ട് തോറ്റ് അലിസ്ലാമത്തെ. ഇനി പറയുന്നത് എന്താ? കഥ പറയുന്ന ഭാഗന്മാർ എന്താക്കില്ല, ബമ്പിട്ടാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പറഞ്ഞു. അന്നൽ ഖമറ ദഖല ഫീ ജൈബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ഖുമ്മിഹി എന്നവർ ഫലൈസ ലഹു വസ്ൽ. അതിന് അസ്ലില്ല എന്ന് പറഞ്ഞത് ഈ മുഅ്ജിസാത്തിന്റെ അസ്ലില്ല എന്നല്ല, അങ്ങനെ ചിലർ മനസ്സിലാക്കിയത്. വസുഇല ഇമാം നബവി റളിയല്ലാഹു അൻഹു റജുലൈനി തനാസഅ في انشقاق القمر على عهد رسول الله صلى الله عليه وسلم. തങ്ങളുടെ കാലത്ത് ഇൻഷിഖാഖുൽ ഖമറിന്റെ വിഷയത്തിൽ സംഭവം ഉണ്ടല്ലോ, അങ്ങനെ തർക്കിച്ച രണ്ടാളുണ്ട്. അദ്ദേഹത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. തങ്ങളെ ജൈബിൽ കൂടി കടന്നിട്ട് ഉപ്പാറ്റിന്റെ കയ്യിൽ കൂടി പുറത്തു പോയി എന്ന് ഒരാള് പറയുന്നു. വഖാലൽ ആഖർ, മറ്റയാള് പറയുന്നത് നസല ഇല ബൈന യദൈഹി ഫിർഖത്തൈൻ, കൺമുമ്പിൽ തങ്ങളുടെ മുമ്പിൽ വീണു എന്നാണ്. വളം യദഖൽ ഫീ ഖുമ്മിഹി. അപ്പൊ രണ്ടാള് പറഞ്ഞ അജാബ, നബി ഇമാം കൊടുത്ത മറുപടി ഈസ്നാനി മുഖ്തിയാനി, രണ്ടാക്കും തെറ്റുപറ്റി. ബലിസ്സവാബ് അന്നഹു ഇൻശഖ, ഇൻശിഖാഖുണ്ടായിരുന്നു. വഹുവ ഫീ മൗളിഇഹി മിനസ് സമാ, ആകാശത്തിൽ അതിന്റെ മൗളിഹത്തുണ്ട്. വലഹറത മിൻ യദശക്കൈനി ഫൗകൽ ജബൽ, അതിന്റെ ഒരു ശക്ക് മലന്റെ മുകളിലും വല്ല ദൂരം കാണപ്പെട്ടതാണ്. ഹകദാ അസ്ബത ഫി സഹീഹൈനി മിൻ റിവായത്തി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്തിനി, അങ്ങനെ പല റിവായത്തിലും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ കെട്ടിയുണ്ടാക്കിയൊന്നും പറയണ്ടില്ല. മറ്റൊരു നിഷേധിച്ചപ്പോ അതിനപ്പുറം നമ്മാക്കൂന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല. ഇങ്ങനെ എത്ര ദൃഷ്ടാന്തങ്ങൾ അതിന് മുമ്പും ശേഷവും വന്നിട്ടുണ്ട്. ഒരു വരിയും കൂടെ അധികമായി ആക്കാം. شفيعا لهم كل الورى يقصدونه كما كل رسل شاهدا يرصدونه محياه إرغاما لمن يحسدونه هلال بلا بدر بل الشمس دونه فمن نوره نارت ونرى ضحاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات كل البراء. എല്ലാ പടപ്പുകളും യഖ്സീദൂനഹു, തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. ഇതിനെ ശഫീഅൻ ലഹും, അവർക്ക് ശഫീഅാണ് ശരിയിൽ. എല്ലാവരും മടക്കി അടപ്പോയിക്കോ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാ മുതക്കബിലും ജബ്ബാറടക്കം വരും. ഏതുപോലെ കമാ കുല്ലു റുസുലിൻ, എല്ലാ മുർസലീങ്ങളും യർസുദൂനഹു, തങ്ങളെ കാത്തിരിക്കുകയാണ്. ഷാഹിദായിട്ട് വേറെ ഓരോ മുർസലീങ്ങള് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു ചോദിച്ചു.
ഉമ്മത്ത് നിഷേധിക്കുന്നു. അപ്പൊ ഇവർക്കൊരു സാക്ഷി വേണം. അതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് യന്തളിറൂനഹു, തങ്ങളെ കാത്തിരിക്കും. തങ്ങൾ വന്നാലെന്തായി നമുക്ക് അനുകൂലമായിട്ട് പറയും. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന് പറഞ്ഞ ആയത്തിന്റെ മുഹയ്യാഹു, തങ്ങളുടെ മുഖം കടാ, തങ്ങളുടെ മുഖം ഇർഗാമൻ ലിമൻ യഹ്സുദൂനഹു, തങ്ങളോട് ഹസദ് വെക്കുന്നവരെ മൂക്ക് മണ്ണി കുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അർഗമ എന്ന് പറഞ്ഞാൽ റഹിമ എന്ന് പറഞ്ഞാൽ മൂക്കും പായും മണ്ണിലായി അതെ റഹിമാംഫുഹു എന്ന് പറയും. നമ്മൾ ആ തൻബീറിൽ ഓതിയിട്ടുണ്ട്. കാരണം ശരീരത്തിലുള്ള ഏറ്റവും അശറഫായ അംഗമാണ് ഏത് മൂക്കും പായും. അത് മണ്ണിൽ പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും നിസ്സാരത. അപ്പൊ ഹസദ് വെക്കുന്നവരോട് അവരുടെ മൂക്കിനെയും വായിനും മണ്ണി കുത്തിക്കൊണ്ടാണ് പറയുന്നത് മുഹയ്യാഹു. അതിന്റെ ഖബറാണ് ഹിലാലു. അപ്പൊ ഇറാബ് മാറുന്നില്ല. ഹിലാലുൻ എന്നുള്ളത് എന്താക്കാം, റബ്ബിന്റെ ഇറാബാണ്. ഹുവാനെ സങ്കല്പിച്ചുകൊണ്ട് മത്തിനോക്കാം. ഇവിടെ മുഹയ്യാഹുനെ സങ്കല്പിച്ചിട്ട് എന്താക്കും, മുഖത്തിന്റെ ഖബറാക്കും. രണ്ടാണ് ഇറാബും റബ്ബെ തന്നെ, രണ്ടും ഖബറാണ്. ബല ഹിലാലാണെന്ന് പറയാ, ചെറിയ ചന്ദ്രനും പറയാലോ. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ചെറിയ ചന്ദ്രനുണ്ട്. ബല അങ്ങനെ പറഞ്ഞാ പോലെ ബദുറുൻ, അവൻ ബദുറാണ് കേട്ടാ. ശംസ് അതിന്റെ താഴെയാണ്. തങ്ങളെ ഈ മുഖത്തിന്റെ താഴെയാണ് ബദറും ശംസും. തങ്ങളുടെ നൂറിലാനാണ് നാറത്ത്, ഈ ശംസിന്റെ നൂറ് കിട്ടിയത്. ആ ശംസിന് ഒരു ദുഹാവക്കത്തുണ്ട്. അപ്പൊ കുറച്ച് തെളിഞ്ഞ സമയമാണ്. അസ്തമിക്കുമ്പോഴും കുറച്ച് തെളിവ് കുറയും, ഉദിച്ച് വീഴുമ്പോഴും തെളിവ് കുറയും. ദുഹാവക്കത്തിൽ എന്താവും, അതിന്റെ അസ്തൽ പ്രകാശമായി നാറത്ത്, ആ പ്രകാശത്തിന്റെ ഏറ്റ സമയമായി ദുഹ, അതും തങ്ങളിൽ നിന്നുണ്ടായത്. സല്ലല്ലാഹു അലൈഹി വസല്ലം أتانا شفاء والقلوب سقائم فصارت صفاء زالها عنها النقائم وكنا ولا عذر لنا عنه قائم هاجعنا ونمنا وهو بالليل قائم ينادي فينجي من عذاب الله صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. أتانا തങ്ങൾ നമ്മളിലേക്ക് വന്നത് ശിഫാഅൻ, ശിഫാ ആയിക്കൊണ്ടാണ് വന്നത്. അത്തരത്തിൽ മനുഷ്യന്മാരുടെ കൽബുകളെല്ലാം രോഗം ബാധിച്ച് കിടക്കുന്ന കൽബാണ്. അപ്പൊ അതിന്റെ ശിഫാ കൊണ്ടാണ് തന്ന് തന്നിട്ടില്ലേ. എന്നിട്ടോ കുലൂബുകളായി സഫാഅൻ, വളരെ സാഫിയായി, കൊൽബളത്തോട്ട് നീങ്ങി. നക്കാമത്തിന്റെ ജന്മ എന്നുവെച്ചാലോ ദോഷം വന്നിട്ട് അതിനെ പ്രതികാരമായി ശിക്ഷിക്കലാണ് നിക്കമത്ത് എന്ന് പറയാം. അപ്പോൾ ദോഷങ്ങൾക്കുള്ള ലാസിമാണ് നക്കായ്മ. അപ്പൊ ലാസിമ് പോയി, അപ്പൊ എന്തായി, മനസ്സും പോയി. അപ്പൊ കൽബൾക്ക് ദോഷമില്ല. നമ്മളായി തങ്ങളെ വിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് യാതൊരു എതിരും നമുക്കില്ല. തങ്ങളെ കൈപിടിക്കാനുള്ള ഒരു എതിരും നമുക്ക് പറയാനില്ല. ഹജൈന, നമ്മളൊരു ഭാഗത്ത് ഉറങ്ങി, നമ്മൾ സുഖിച്ച് ഉറങ്ങി വനിമില്ല, നമ്മൾ ഉറങ്ങിയാ ചെയ്തത്. തങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കാണ്, കാല് നീര് വരുന്നത് വരെ. എങ്ങനെ യുനാജി, തങ്ങൾ മുനാജാത്ത് ചെയ്തുകൊണ്ട്. അങ്ങനെ യുൻജിന്റെ മക്ബൂല് കളയപ്പെട്ടു. അള്ളാഹുവിന്റെ അടിമകളെ രക്ഷിക്കും. മിൻ അദാബിൻ അല്ലാഹ, നരകത്തിന്റെ അദാബിനെ തൊട്ട് അള്ളാഹു താൻ രക്ഷിക്കുന്നു. തങ്ങൾ അതിന് വേണ്ടി വല്ലാണ്ട് പാടുവാണ്. നമ്മൾ സുഖമായിട്ട് ഓർക്കുന്നു. എനിക്ക് എന്താ ഉള്ളത് പറയാനുണ്ടെന്ന് ചോദിച്ചു. إليه جميع الخلق في الحشر دافع لينجيهم مما له ليس دافع
فكم عنده للدافع عنا مدافع هافونا لهونا وهو عنا مدافع فكم فتنة عنا الشفيع نفاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية إليه جميع الخلق മുഴുവൻ പടപ്പുകളും തങ്ങളിലേക്ക് ദാഫിഉ ഫിൽ ഹശ്രി ഹശ്രിൽ എന്താക്കുന്ന ഇങ്ങനെ ഒഴുകി വരികയാണ്. എന്തിനാൽ യുൻജിയഹും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മിമ്മ ഒരു അദാബിനെ തൊട്ട് എങ്ങനത്തെ അദാബാണ് ലൈസ ലഹു ദാഫിഉൻ ആ അദാബിനെ തടുക്കാൻ ഒരാളുമില്ല. അങ്ങനെയുള്ള അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടം കൂട്ടമായി തങ്ങളിലേക്ക് വരുന്നു. ഫകം ഇൻദഹു എത്രമാത്രം ധാരാളമുണ്ട് എന്നർത്ഥം. ലിദ്ദഫി അന്നാ മദാഫിഉ നമ്മളെ തൊട്ട് ആപാതകൾ തടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ അടുക്കൽ എന്തെല്ലാം ഉണ്ട്. ഇത് ദുനിയാവിലെ അദാബിനെ ചോദിച്ചാൽ പോലും കൊടുക്കൂല എന്നല്ല പറഞ്ഞു. തങ്ങളുണ്ടായിരിക്കുമ്പോ അതാ കൊടുക്കൂല എന്നാ പറഞ്ഞു. ഹഫൗന നമ്മൾ മതിമറന്നു, ലഹൗന നമ്മൾ ലഹിബിലായി, വഹുവ അന്നാ മുദാഫിഉ അല്ലാഹുവിന്റെ പക്കലുണ്ടാകുന്ന ആപാത്തുകളും അദാബുകളും നമ്മളെ തൊട്ട് തങ്ങൾ തടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മളൊരു ഭാഗത്തോ ലഹിബിലും ലഹബിലും. ഫകം ഫിത്നത്തിൻ എത്രയോ ഫിത്നകൾ അശ്ശഫീഉ ശഫീഉ നഫഹ അന്ന നമ്മളെ തൊട്ടുണ്ടാക്കി തടുത്ത് ദൂരീകരിച്ചിട്ടുണ്ടല്ലോ. لقد خاف قلبي بالخطا هتكار رضيه ولكن يرجي المصطفى يوم عرضه فبشره خلي بالوصال وأرضه هامت أدموعي شوقا لتبليه أرضه ترى قبل أن أفنى أزوره صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. ലഖദ് ഖാഫ ഖൽബി എന്റെ കൽബ് പേടിച്ചിട്ടുണ്ട്. ബിൽ ഖതാ ദോഷങ്ങൾ കാരണത്താൽ എന്റെ കൽബ് പേടിച്ചു. ഹത്ക ഇർദി ഇതിന്റെ മാനം മുഴുവനും പറിച്ചു കയറി പോകുമോ, മാനക്കേടായി പോകുമോ എന്ന് പേടിക്കണം. എങ്കിലും വലാകിൻ യുറജ്ജിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആഗ്രഹം വെച്ചിരിക്കുകയാണ്. യൗമ അർളിഹി ഇതെല്ലാം അവതരിപ്പിക്കപ്പെട്ട സമയത്ത് മുസ്തഫ നബി ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫബശ്ശിറുഹു എന്റെ കൽബിനെ നിങ്ങളെല്ലാം എന്താക്കണം, സന്തോഷ വാർത്ത അറിയിക്കണേ. ഖില്ലി എന്റെ സുഹൃത്തെ, ബിൽ വിസാലി തങ്ങളുമായി വിസാൽ ഉണ്ടാകും എന്നുള്ള സന്തോഷ വാർത്ത ഈ കൽബിനെ അറിയിച്ചു തരണം. മുമ്പറിഞ്ഞില്ലേ കാണോന്ന് വെച്ചപ്പോൾ ലാന്ന് പറയാൻ പാടില്ല. ഭൂമിയല്ലേ അർലായുറുദീന്റെ അമ്രാണ്, അതിനെ തൃപ്തിപ്പെടുത്തുകയും വേണമെന്ന് തൃപ്തിപ്പെടുത്തുകയും. എന്തുകൊണ്ട് ഹമത്ത് അതുമൊഴി എന്റെ കണ്ണുനീര് കുത്തിയൊലിക്കുകയാണ്. ശൗഖല്ലി തക്മീലി അർളിഹി തങ്ങളുടെ ഭൂമി ചുംബിക്കാൻ വേണ്ടിയുള്ള ഷൗക്ക് കാരണത്താൽ. അതുകൊണ്ട് തറാ ഖബല അൻ അബ്നാ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ അഭിപ്രായപ്പെടുക അസൂറു ഖുബാഹ അവിടുത്തെ ഖുബാന ഞാനൊന്ന് സന്ദർശിക്കുമോ എന്ന് മരിക്കുന്നതിന് മുമ്പൊന്ന് പറഞ്ഞു തരണം. آسيه وإن عقل عسير وإنها إلى طيبة المولى الشفيع فإنها راحت الخطا من ذاك قال أخنها هابيتها ونجد وذاك لأنها يمر على وادي الحبيب هواها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. അസീഹു ഞാൻ ചുറ്റി നടക്കുകയാണ്. സാഹയസീഹു അതല്ല മസീഹ് വിളിച്ചത് സാഹിഹ്
കുടുംബക്കാർ തടസ്സം പറഞ്ഞെങ്കിലും അവർ വിരോധിച്ചാലും, കുടുംബക്കാർ തടഞ്ഞു വെച്ചു അല്ലെങ്കിൽ വിരോധിച്ചാലും ഞാൻ ചുറ്റി നടത്തുമ്പോഴത്തേക്ക് ഇലാ തൈബ, തൈബയിൽ അൽ മൗല ഷഫീആയ മൗലയുടെ തൈബയിലേക്ക് ഞാൻ എന്താക്കും? ചുറ്റി നടത്തും. കാരണം ദോഷങ്ങളെ എല്ലാം ഇറക്കി വെക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടെ. അത് കാരണത്താലാണ് കാല അഹുന്നുഹ, ഒരു ബുദ്ധിജീവി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹബീതു ഹവാ നജ്ദിൻ വദാക ലിഅന്നഹാ യമറു അലാ വാദിൽ ഹബീബി ഹവാഹാ എന്ന് പണ്ടൊരു ഷായിർ പറഞ്ഞ മൂപ്പരോട് എടുത്തു നോക്കിയത്. കാലാന്റെ മക്കൂല് കൊണ്ടേ ഷായിറാണ്. എന്താണ്? നജ്ദിലെ കാറ്റിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഷായിർ പറഞ്ഞു, നജ്ദിലെ കാറ്റിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ആ കാറ്റ് എന്റെ ഹബീബിന്റെ ഭാഗത്ത് കൂടി അടിച്ചു വരുന്ന കാറ്റാണ് എന്ന് പറഞ്ഞതുപോലെ കാറ്റിനോട് ഞാൻ പറയും എന്ത്? തൈബയിൽ കൂടി അടിച്ചു വരുന്ന കാറ്റാണ്, ഞാൻ കാറ്റിനെ ഇഷ്ടപ്പെടും, ഞാനും പറയും. അതല്ലേ കാല അഹുന്നുഹ ലിയുലിന്നുഹ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിജീവി. ഒരു ബുദ്ധിജീവി പറഞ്ഞ വാക്ക് എന്താണ്? ഹബീതു ഹവ. അപ്പൊ ഹവ എന്നുള്ളത് അരിപ്പ അംതട്ടിട്ടാണ് വേണ്ടത്. ഹബീതു ഹവ നജ്ദിൻ, നജ്ദിന്റെ കാറ്റിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? വദാക, അതിന്റെ കാരണം ഹബീബിന്റെ വാതിൽ കൂടി അടിക്കുന്ന കാറ്റാണ് ഹവ, അതിന്റെ കാറ്റ്. അതുകൊണ്ട് ആ കാറ്റിനോട് എനിക്ക് ഇഷ്ടമാണ്. ഇതുപോലെ മദീനയിൽ കൂടി അടിക്കുന്ന കാറ്റിനെ ഞാൻ എന്താക്കുന്നു? ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم. الحمد لله رب العالمين.